Good morning. Okay. Okay, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. തുടങ്ങാം. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. കഴിഞ്ഞ ദിവസം നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചിരുന്നു? ഓക്കെ, ശരണ്യ, അർച്ചന, എല്ലാവർക്കും ഗുഡ് മോർണിംഗ് കേട്ടോ. അപ്പൊ നമുക്ക് പ്രിയ. അപ്പൊ നോക്കാം, നമ്മൾ കഴിഞ്ഞ ദിവസം പുതിയൊരു ചാപ്റ്റർ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അല്ലെ. ലബോറട്ടറി സർവീസസ് എന്ന് പറയുന്ന പുതിയൊരു ചാപ്റ്റർ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്താണ് ലബോറട്ടറി സർവീസ് എന്നതിനെ പറ്റിയിട്ട്? ഓക്കെ അമൃത, ഗുഡ് മോർണിംഗ്. അപ്പോ നമ്മൾ എന്താണ് ലാബ് എന്നുള്ളത് മനസ്സിലായി അല്ലെ. പിന്നെ നമ്മൾ കണ്ടത് ഒരു ലാബിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്. പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം, ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എന്താണ്? അവരുടെ കസ്റ്റമേഴ്സിനെ പറഞ്ഞാല്, അവരുടെ കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞാൽ ആരാണ്? ഡോക്ടേഴ്സും അതുപോലെ തന്നെ പേഷ്യൻസും ഒക്കെയാണ് അല്ലെ. അപ്പൊ അവർക്ക് ആവശ്യമായിട്ടുള്ള, അവരുടെ ചികിത്സയ്ക്ക് ആവശ്യമായിട്ടുള്ള ഏറ്റവും കൃത്യമായിട്ടുള്ള പരിശോധനാ ഫലങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ് ഏതൊരു ലാബിന്റെയും ലക്ഷ്യം എന്ന് പറയുന്നത് അല്ലെ. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞത് ഒരു ലാബിനെ നമ്മൾ ഡിവൈഡ് ചെയ്തു അല്ലെ. അതെ, ശരി, കറക്റ്റ്. എക്സാക്ട് റിസൾട്ട് കൊടുക്കുക എന്നുള്ളതാണ് ഒരു ലാബിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞത് ഒരു ലാബിന്റെ ഫങ്ഷണൽ ഡിവിഷൻസ് ആണ് അല്ലെ. അതായത് ഒരു ലാബ് എന്തൊക്കെ സേവനങ്ങളാണ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്നതിനെ ബേസ് ചെയ്തുകൊണ്ട്, എന്തെല്ലാം ഫങ്ഷൻസുകളാണ് അവർ ചെയ്യുന്നത് എന്നതിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ 5 ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത് അല്ലെ. 5 നമ്മൾ ക്ലാസിഫൈ ചെയ്തു. ഏതൊക്കെയായിരുന്നു അത്? ഒന്നാമത് നമ്മൾ പറഞ്ഞു ക്ലിനിക്കൽ പാത്തോളജി, പിന്നെ എന്താണ് ക്ലിനിക്കൽ മൈക്രോബയോളജി, പിന്നെ എന്തായിരുന്നു ക്ലിനിക്കൽ ബയോകെമിസ്ട്രി, യൂറിൻ അനാലിസിസ്, ബ്ലഡ് ബാങ്ക്. ഓക്കെ, ക്ലിനിക്കൽ പാത്തോളജിയിൽ വരുന്ന വിഭാഗങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു അല്ലെ. സൈറ്റോളജി അല്ലെ, സ്റ്റഡി ഓഫ് സെൽ, ഹിസ്റ്റോളജി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, സ്റ്റഡി ഓഫ് ഫംഗസ് എന്നാണ് അറിയപ്പെടുന്നത്. സ്റ്റഡി ഓഫ് ഫംഗസ് ഏത് മേഖലയായിരിക്കും? മൈക്കോളജി. കറക്റ്റ് ആണ് കേട്ടോ ശ്രുതി. മൈക്കോളജി, ശരണ്യ പറഞ്ഞു മൈക്കോളജി കേട്ടോ. എന്താണ് സ്റ്റഡി ഓഫ് ഫംഗസ് എന്ന് പറഞ്ഞത്? മൈക്കോളജി ആണ് അല്ലെ. ഓക്കെ, കറക്റ്റ് ആണ് കേട്ടോ എൽസ. കറക്റ്റ് ആണ് കേട്ടോ എൽസ, മാലിനി. കറക്റ്റ് ആണ്. അതുപോലെ തന്നെ എന്താണ് ദ സ്റ്റഡി ഓഫ് ദ എന്താണ് ഹ്യൂമൻ ഇമ്മ്യൂൺ സിസ്റ്റംസ് റെസ്പോൺസ് ടു ദ ഇൻഫെക്ഷൻ. ഏത് മേഖലയാണത്? സ്റ്റഡി ഓഫ് ദ ഹ്യൂമൻ ഇമ്മ്യൂൺ സിസ്റ്റംസ് റെസ്പോൺസ് ടു ദ ഇൻഫെക്ഷൻ. ഏതാണ്? ഇമ്മ്യൂണോളജി. കറക്റ്റ് ആണ് കേട്ടോ. ശരണ്യ, എൽസ. ഓക്കെ, കറക്റ്റ് ആണ് കേട്ടോ. ഇമ്മ്യൂണോളജി. ഓക്കെ, പിന്നെ ആരാണ് പറഞ്ഞ? അമൃത പറഞ്ഞു. ഓക്കെ, കറക്റ്റ് ആണ് കേട്ടോ. ഇമ്മ്യൂണോളജിയാണ് കറക്റ്റ്. അടുത്തത് അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിരുന്നു അല്ലെ. എപ്പോഴും ഓർക്കുക, ക്ലിനിക്കൽ മൈക്രോബയോളജി എന്ന് പറയുമ്പോൾ മൈക്രോ എന്ന് കേൾക്കുമ്പോൾ നമ്മൾ മൈക്രോ ഓർഗാനിസംസ് ആയിട്ട് കണക്ട് ചെയ്യുന്നത് കേട്ടോ. അതുപോലെ തന്നെ ക്ലിനിക്കൽ ബയോകെമിസ്ട്രി എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന അതായത് ലിവിങ് ഓർഗാനിസത്തിനകത്ത് നടക്കുന്ന കെമിക്കൽ പ്രോസസ്സുകളെ പഠന വിധേയമാക്കിയിട്ടുണ്ട്. കെമിക്കൽ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിനകത്തുള്ള എൻസൈമുകള്, പ്രോട്ടീൻസുകള്, ലിപ്പിഡ്സുകള്, അങ്ങനെയുള്ള ബയോമോളിക്യൂൾസിലേക്ക് കെമിക്കൽ റിയാക്ഷൻസിന് പഠന വിധേയമാക്കിയിട്ടുണ്ട്. നമുക്ക് എന്ത് കണ്ടെത്താൻ സാധിക്കും? പല വിധത്തിലുള്ള രോഗങ്ങൾ നമുക്ക് ഡയഗ്നൈസ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ ആണല്ലോ. അപ്പൊ നമ്മൾ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ലിപ്പിഡ് ആക്ടിവിറ്റി ആണ് നമ്മൾ പരിശോധിക്കുന്നത് കേട്ടോ. അതുപോലെ നമുക്ക് ഹോർമോണൽ അസൈ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹോർമോണുകളുടെ ഇംബാലൻസ് പോലെ നമുക്ക് പല വിധത്തിലുള്ള അസുഖങ്ങൾ വരാറുണ്ട് അല്ലെ. ഒരുപാട് അസുഖങ്ങൾ വരാറുണ്ട്. അത്തരത്തിലുള്ള ഹോർമോണുകളെ ഇവാലുവേറ്റ് ചെയ്തുകൊണ്ട് വിവിധ രോഗങ്ങളുടെ ഡയഗ്നോസ് ചെയ്യുന്നതാണ് ഹോർമോണൽ അസൈസ് എന്ന് പറയുന്നത്. അസൈ ചെയ്യാന്ന് വെച്ചാൽ എന്താ? വിലയിരുത്താനുള്ളതാണ് കേട്ടോ. അപ്പൊ അത്രയും കണ്ടു. യൂറിനാലിസിസ് തന്നെ നമുക്കറിയാം, ബ്ലഡ് ബാങ്ക് നമ്മൾ പഠിച്ചതാണ്. ഇതുവരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ നിങ്ങൾ വായിച്ച് മനസ്സിലാക്കുന്നത് ഞാൻ വിചാരിക്കും. ഓക്കെ, അങ്ങനെ നമുക്ക് ബാക്കിയുള്ള ഭാഗങ്ങൾ നോക്കാം. ഞാൻ ഓഡിയോട്ട് കൊടുക്കാം കേട്ടോ. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ഹൈറാർക്കിയാണ്. ഹൈറാർക്കി അതായത് ഒരു ലാബിന്റെ ഒരു അധികാര ശ്രേണിയാണ്. ഒരു സ്റ്റാഫുകളുടെ ഒരു ഹൈറാർക്കിയാണ് പഠിക്കാനായിട്ട് ഉള്ളത് കേട്ടോ. അപ്പൊ അതിനകത്ത് പൊസിഷൻ പറയുന്നുണ്ട്. പിന്നെ വരുന്നത് എഡ്യൂക്കേഷൻ ട്രെയിനിങ് ആണ്. അതായത് ഓരോ പൊസിഷനിൽ ഇരിക്കുന്ന അവരുടെ ക്വാളിഫിക്കേഷൻ, എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ. അത് വളരെ അത്ര ഇമ്പോർട്ടൻസ് ഇല്ല കേട്ടോ. അത്ര ഇമ്പോർട്ടൻസ് ഇല്ല.
പക്ഷെ നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് റെസ്പോൺസിബിലിറ്റീസ് ആണ് കേട്ടോ. അതായത് ഓരോ സ്റ്റാഫുകളുടെയും ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണ് അതിന് കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിക്കണം കേട്ടോ. ക്വാളിഫിക്കേഷൻ പഠിക്കേണ്ടതെന്നല്ല, അത് ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി. പക്ഷെ റെസ്പോൺസിബിലിറ്റി തന്നിട്ട് അത് ഏത് വിഭാഗം ഏത് പൊസിഷനിലുള്ള ആളുകളുടെ റെസ്പോൺസിബിലിറ്റി ആണ് എന്ന് ചോദിക്കാറുണ്ട്. അപ്പോ അത് കൃത്യമായിട്ട് നോക്കി വെക്കാം കേട്ടോ. നോക്കാം നമുക്ക് ഹൈറാർക്കി. ഫസ്റ്റ് വൺ ആരാണ്? ലബോറട്ടറി ഡയറക്ടർ ആണ്. അതാണ് ലബോറട്ടറി ഡയറക്ടർ. നമ്മൾ ഏറ്റവും ഹൈ ലെവലിൽ നിന്ന് താഴത്തോട്ടുള്ള ലെവലിലോട്ടാണ് നമ്മൾ ആ ഒരു ഹൈറാർക്കി എന്ന് പറയുന്ന ഒരു ശ്രേണിയാണ് അല്ലെ. അതായത് ഏറ്റവും ടോപ്പിലുള്ള ആള് അവിടെ തൊട്ട് ഏറ്റവും ലോ ലെവലിൽ ഏറ്റവും താഴെ നിൽക്കുന്ന പൊസിഷൻ വരെയാണ് നമ്മൾ അവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോ ആദ്യത്തെ വ്യക്തിയാണ് ആര്? ലബോറട്ടറി ഡയറക്ടർ ആണ് കേട്ടോ. ലാബ് ഡയറക്ടർ എന്ന് പറയുന്നത് ലബോറട്ടറി ഡയറക്ടർ. അദ്ദേഹത്തിന്റെ ക്വാളിഫിക്കേഷൻ എന്താണെന്ന് നോക്കൂ. എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ പറയുന്നത് ഡോക്ടറൽ ഡിഗ്രി, സംടൈംസ് എ മെഡിക്കൽ ലബോറട്ടറി സയന്റിസ്റ്റ്. ഒന്നില്ലെങ്കിൽ ഡോക്ടറൽ ഡിഗ്രി. ഡോക്ടറൽ ഡിഗ്രി എന്ന് പറയുമ്പോൾ MD ആണ് അല്ലെ. MD ഡോക്ടർ ഓഫ് മെഡിസിൻ അല്ലെ. സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഡോക്ടറൽ ഡിഗ്രിയാണ് പറയുന്നത് MD. അതല്ലെങ്കിൽ സംടൈംസ് എ മെഡിക്കൽ ലബോറട്ടറി സയന്റിസ്റ്റ് അല്ലെ. അല്ലെങ്കിൽ എന്താണ് ഒരു മെഡിക്കൽ ലബോറട്ടറി സയന്റിസ്റ്റ്, മെഡിക്കൽ ലാബ് സയൻസിനായിട്ട് PhD ചെയ്തിട്ടുള്ള ആളുകൾ. അതിനെയാണല്ലോ റിസർച്ച് ചെയ്തിട്ടുള്ള റിസർച്ച് സ്കോളേഴ്സിനെയാണ് നമ്മൾ PhD എന്ന് പറയുന്നത്. അത് ഡോക്ടർ ഓഫ് ഫിലോസഫിയാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് PhD എന്ന് ബ്രാക്കറ്റിൽ കൊടുത്തേക്കുന്നത്. ദാറ്റ് മീൻസ് എ മെഡിക്കൽ ലബോറട്ടറി സയന്റിസ്റ്റ്. ഒന്നില്ലെങ്കിൽ ഡോക്ടർ ഓഫ് മെഡിസിൻ ഡോക്ടറൽ ഡിഗ്രി MD ആയിരിക്കണം. അതല്ലെങ്കിൽ എന്താണ് മെഡിക്കൽ ലാബ് സയൻസിലെ PhD സ്കോളർ ആയിരിക്കണം കേട്ടോ. PhD ആണ് ക്വാളിഫിക്കേഷൻ ആയിട്ട് വരുന്നത്. ഓക്കെ, ഇതിൽ ഏതെങ്കിലും ഒന്നും മതി. രണ്ടും വേണ്ട, ഏതെങ്കിലും ഒന്നും മതി. പിന്നെ ബോർഡ് സർട്ടിഫിക്കേഷൻ റെക്കമെൻഡ് സർട്ടിഫൈഡ് ഈ പറയുന്ന മെഡിക്കൽ ബോർഡിന്റെ സർട്ടിഫിക്കേഷനും ആവശ്യമാണ് കേട്ടോ. അതാണ് അവരുടെ ക്വാളിഫിക്കേഷൻ ആയിട്ട് വരുന്നത്. ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന വ്യക്തിയാണ് ലബോറട്ടറി ഡയറക്ടർ എന്ന് പറയുമ്പോൾ ഒന്നെങ്കിൽ ഡോക്ടറൽ ഡിഗ്രി ആണ് ക്വാളിഫിക്കേഷൻ, MD എന്ന് പറയും. അതല്ലെങ്കിൽ മെഡിക്കൽ ലബോറട്ടറി സയന്റിസ്റ്റ്. സയന്റിസ്റ്റ് ആണെങ്കിൽ PhD സ്കോളർ ആയിരിക്കും അല്ലെ. ഡോക്ടർ ഓഫ് ഫിലോസഫി ആണ് കേട്ടോ. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒന്ന് യോഗ്യതയുള്ളവരായിരിക്കും. അതോടൊപ്പം തന്നെ മെഡിക്കൽ ബോർഡിന്റെ സർട്ടിഫിക്കേഷനും ശുപാർശ ചെയ്യുന്നുണ്ട് കേട്ടോ. മെഡിക്കൽ ബോർഡ് സർട്ടിഫൈഡ് ആയിട്ടുള്ള ഡോക്ടറൽ ഡിഗ്രി ഉള്ളതോ അല്ലെങ്കിൽ PhD സ്കോളറോ ആയിരിക്കും. അതാണ് ഒരു മെഡിക്കൽ ലബോറട്ടറി ഡയറക്ടറുടെ ക്വാളിഫിക്കേഷൻ കേട്ടോ. ഇനി നോക്കാം റെസ്പോൺസിബിലിറ്റീസ്. അത് ഇമ്പോർട്ടന്റ് ആണ്, നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. എന്താണ് അദ്ദേഹത്തിന്റെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്? കൺട്രോൾസ് ആൻഡ് മാനേജസ് ഓൾ ദ ലാബ് ഓപ്പറേഷൻസ് ആൻഡ് എൻഷുവേഴ്സ് ക്വാളിറ്റി പേഷ്യന്റ് കെയർ, എക്സ്പ്ലെയിൻസ് ദ ടെസ്റ്റ് റിസൾട്ട് വിത്ത് കൺസൾട്ടിംഗ് പാത്തോളജിസ്റ്റ്. അപ്പൊ ഇത് 3 പോയിന്റുകളാണ് എന്ന് പറഞ്ഞത്. ഒന്നാമത്തെ എന്താണ്? കൺട്രോൾസ് ആൻഡ് മാനേജസ് ഓൾ ലാബ് ഓപ്പറേഷൻസ് അല്ലെ. എല്ലാവിധ ലാബ് പ്രവർത്തനങ്ങളും കൃത്യമായിട്ട് നിയന്ത്രിക്കുകയും കൈകാര്യം ചെയ്യുകയും എന്നതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട റെസ്പോൺസിബിലിറ്റി. ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന വ്യക്തിയാണ് അല്ലെ. അതായത് ഒരു ലാബിലെ എല്ലാ ഓപ്പറേഷൻസും എല്ലാ പ്രവർത്തനങ്ങളെയും കൺട്രോൾ ചെയ്യുകയും കൈകാര്യം ചെയ്യുകയും ചെയ്തത് അദ്ദേഹമാണ്. അതോടൊപ്പം തന്നെ എൻഷുവേഴ്സ് ദ ക്വാളിറ്റി പേഷ്യന്റ് കെയർ അല്ലെ. ഈ പറയുന്ന രോഗികൾക്ക് ഏറ്റവും ഗുണനിലവാരമുള്ള ഒരു പരിചരണം എന്ന് പറഞ്ഞാൽ ടെസ്റ്റിങ്ങും മറ്റുമൊക്കെ ഒരു ഗുണനിലവാരം ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഉറപ്പാക്കേണ്ടത് അദ്ദേഹമാണ്. പിന്നെന്താണ്? എക്സ്പ്ലെയിൻ ദ ടെസ്റ്റ് റിസൾട്ട് വിത്ത് കൺസൾട്ടിംഗ് പാത്തോളജിസ്റ്റ്. അതായത് ഇപ്പൊ ഒരു രോഗിയെ അങ്ങോട്ടേക്ക് റെഫർ ചെയ്യുന്നത് ഏതെങ്കിലും ഒരു ഫിസിഷ്യൻ, ഒരു പാത്തോളജിസ്റ്റ്, ഒരു ഡോക്ടർ ആയിരിക്കും. അപ്പൊ ആ കൺസൾട്ടിംഗ് പേഷ്യന്റിന്റെ കൺസൾട്ടിംഗ് പാത്തോളജിസ്റ്റുമായിട്ട് അവരുടെ ലാബ് റിസൾട്ടുകൾ എന്താണ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതും ആരുടെയാണ്? ലബോറട്ടറി ഡയറക്ടർ ആണ്. ഓക്കെ, നമ്മളിപ്പോ ലാബ് ടെസ്റ്റ് ഒക്കെ ചെയ്തിട്ട് നമുക്ക് ആ പ്രിന്റ് ഔട്ട് കിട്ടുമ്പോൾ നിങ്ങൾ ആ പ്രിന്റ് ഔട്ടിന്റെ താഴെ നോക്കിയാൽ കാണാൻ പറ്റും ലാബ് ഡയറക്ടർ അവരുടെയൊക്കെ സൈൻ സിഗ്നേച്ചറൊക്കെ കാണാൻ പറ്റും. വെരിഫൈഡ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ സിഗ്നേച്ചർ ഒക്കെ നമുക്ക് കാണാൻ പറ്റും. ഇനി നിങ്ങൾ ലാബ് ടെസ്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കാം. നമുക്ക് പ്രിന്റ് ഔട്ട് കിട്ടൂലോ. അതിലൊക്കെ ലാബ് ഡയറക്ടറുടെ ഒക്കെ സൈനേച്ചർ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതിലെന്തായാലും ഒരു ഡോക്ടർ ആയിരിക്കും കേട്ടോ. ഓക്കെ, ഇതാണ് പ്രധാനപ്പെട്ട റെസ്പോൺസിബിലിറ്റി. ഒന്നാമത്തെ പോയിന്റ് എന്താണ്? കൺട്രോൾസ് ആൻഡ് മാനേജസ് ദ ഓൾ ലാബ് ഓപ്പറേഷൻസ്. എല്ലാവിധ ലാബ് ഓപ്പറേഷൻസിനെ നിയന്ത്രിക്കുകയും മാനേജ് ചെയ്യുകയും ചെയ്യുന്നു. ആൻഡ് എൻഷുവർ ദ ക്വാളിറ്റി ഓഫ് പേഷ്യന്റ് കെയർ അല്ലെ. രോഗിയുടെ പരിചരണം അവര് ഗുണമേന്മയുള്ള ഒരു പരിചരണം ഉറപ്പാക്കുന്നു. മൂന്നാമത്തെ പോയിന്റ് എന്താണ് പറയുന്നത്? എക്സ്പ്ലെയിൻ ദ ടെസ്റ്റ് റിസൾട്ട് വിത്ത് കൺസൾട്ടിംഗ് പാത്തോളജിസ്റ്റ് അല്ലെ. കൺസൾട്ടിംഗ് പാത്തോളജിസ്റ്റുമായിട്ട് റിസൾട്ടുകളെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതും അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തമാണ്. ക്ലിയർ ആയി പറഞ്ഞത്? ഇതാണ് ലബോറട്ടറി ഡയറക്ടർ. ഇത് തന്നെ പഠിച്ചു വെക്കുക കേട്ടോ. ഓക്കെ ആണ്, മനസ്സിലായില്ലേ? അടുത്തത് കേട്ടോ, രണ്ടാമത്തെ ആളാണ് ടെക്നിക്കൽ സൂപ്പർവൈസർ. അതാണ് ടെക്നിക്കൽ സൂപ്പർവൈസർ. ടെക്നിക്കൽ സൂപ്പർവൈസർ ആ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് കുറച്ചൊക്കെ റെസ്പോൺസിബിലിറ്റി കിട്ടും.
ടെക്നിക്കൽ ആണ് അല്ലെ. അപ്പൊ ടെക്നിക്കൽ സപ്പോർട്ട് കൊടുക്കുന്ന വ്യക്തിയായിരിക്കും അല്ലെ. സാങ്കേതികമായിട്ടുള്ള ഒരു ലാബിന് ആവശ്യമായിട്ട് സാങ്കേതികമായിട്ടുള്ള പിന്തുണ കൊടുക്കുന്ന വ്യക്തിയായിരിക്കും അത് ആര് ടെക്നിക്കൽ സൂപ്പർവൈസർ. ആ പേരിൽ തന്നെ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും അല്ലെ. ഓക്കെ, അപ്പൊ അദ്ദേഹത്തിന്റെ ക്വാളിഫിക്കേഷൻ നോക്കിയേ, ഡോക്ടറൽ ഡിഗ്രി അല്ലെങ്കിൽ PhD തന്നെയാണ് പറയുന്നത്. അല്ലെങ്കിൽ ഡോക്ടറൽ ഡിഗ്രി അതല്ലെങ്കിൽ or PhD, maybe masters or bachelor's degree experience with the board certificate. അതല്ലെങ്കിൽ ഈ ഒരു മെഡിക്കൽ ലബോറട്ടറി സയൻസുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തില് ഡിഗ്രി ക്വാളിഫിക്കേഷൻ അതല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി കേട്ടോ. ഇതൊക്കെ ആവാം, ഇതിൽ എല്ലാം വേണമെന്നല്ല, ഇതിൽ ഏതെങ്കിലും ഒന്ന് കേട്ടോ. അല്ലെങ്കിൽ ഡോക്ടറൽ ഡിഗ്രി അല്ലെങ്കിൽ PhD സ്കോളർ ആയിരിക്കും. അതും അല്ലെങ്കിൽ ലബോറട്ടറി സയൻസ് എന്ന വിഭാഗത്തില് മാസ്റ്റർ ഡിഗ്രിയോ അല്ലെങ്കിൽ സാധാരണ ഗ്രാജുവേഷൻ ഡിഗ്രി വിത്ത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളായിരിക്കും ടെക്നിക്കൽ സൂപ്പർവൈസർ ആയിട്ട് വരുന്നത് കേട്ടോ. ഓക്കെ, അദ്ദേഹത്തിന്റെ റെസ്പോൺസിബിലിറ്റി എന്താണെന്ന് നോക്കി, പ്രൊവൈഡ്സ് ദ സൂപ്പർവിഷൻ ഓഫ് ടെക്നിക്കൽ ആൻഡ് സയന്റിഫിക് ഫങ്ഷൻസ് ഓഫ് ദ ലാബ് എന്ന് പറഞ്ഞതാണ് അല്ലെ. ഒരു ലാബിന്റെ സാങ്കേതികവും ശാസ്ത്രീയവുമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്നതാണ് ആരുടെ ഉത്തരവാദിത്തം, ടെക്നിക്കൽ സൂപ്പർവൈസർ അല്ലെ. ടെക്നിക്കൽ ആയിട്ടുള്ള പിന്തുണ കൊടുക്കുക. കാരണം ഇന്ന് നമുക്കറിയാം ലാബ് എന്ന് പറയുന്നത് ലബോറട്ടറി ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റങ്ങളൊക്കെ ഉപയോഗിച്ച്, അതായത് ഒരുപാട് സോഫ്റ്റ്വെയർ സംവിധാനങ്ങളും ഒക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് ലാബിലെ പ്രവർത്തനങ്ങളൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഓൾറെഡി എല്ലാം സിസ്റ്റം ബേസ്ഡ് ആയി കഴിഞ്ഞു അല്ലെ. അത്തരത്തിലുള്ള സാങ്കേതികമായിട്ടുള്ള പിന്തുണ കൊടുക്കുക, മേൽനോട്ടം വഹിക്കേണ്ടതാണ് ടെക്നിക്കൽ സൂപ്പർവൈസറുടെ റെസ്പോൺസിബിലിറ്റി. ഓക്കെ ആണല്ലോ. ഓക്കെ, അടുത്തതാണ് ജനറൽ സൂപ്പർവൈസർ. ജനറൽ സൂപ്പർവൈസർ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും അദ്ദേഹത്തിന്റെ റെസ്പോൺസിബിലിറ്റി എന്തായിരിക്കും? ജനറൽ എന്ന് പറയുമ്പോൾ ഹോസ്പിറ്റലിലെ ഒരുവിധപ്പെട്ട എല്ലാ ദൈനംദിന പ്രവർത്തനങ്ങളും മേൽനോട്ടം വഹിക്കുന്ന വ്യക്തിയായിരിക്കും അല്ലെ. പിരിഞ്ഞിരിക്കും. ഇപ്പൊ ടെക്നിക്കൽ സൂപ്പർവൈസർ എന്ന് പറയുമ്പോൾ ടെക്നിക്കൽ സപ്പോർട്ട് കൊടുക്കുന്നത് മാനേജ് ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ, ജനറൽ സൂപ്പർവൈസർ എന്ന് പറയുമ്പോൾ അതിന് ജനറൽ വിഭാഗമുണ്ട്. എന്ന് പറഞ്ഞാല് ഒരു ലാബിലെ ദൈനംദിന പ്രവർത്തനങ്ങൾ, പൊതുവായിട്ട് നടക്കുന്ന ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് അതന്നെ അതാണ് ശ്രുതി മേൽനോട്ടം വഹിക്കുന്ന വ്യക്തിയായിരിക്കും അല്ലെ. ഓക്കെ, അപ്പൊ അദ്ദേഹത്തിന്റെ ക്വാളിഫിക്കേഷൻ എന്തായിരിക്കും നോക്കിയേ, മേ ബി ദ സെയിം പേഴ്സൺ ആസ് ദ ലാബ് ഡയറക്ടർ ഓർ ടെക്നിക്കൽ സൂപ്പർവൈസർ. അല്ലെങ്കിൽ ലാബ് ഡയറക്ടറുടെ ടെക്നിക്കൽ സൂപ്പർവൈസറുടെ അതേ യോഗ്യതയുള്ള വ്യക്തി തന്നെയായിരിക്കും കേട്ടോ. പിന്നെ പറയുന്നത് ഡിപ്പെൻഡിങ് ഓൺ ദ ലാബ് ആൻഡ് എക്സ്പീരിയൻസ് MLS or MT or MLT may qualify കേട്ടോ. അതല്ലെങ്കിൽ നമുക്ക് ലാബ് സംബന്ധമായിട്ടുള്ള വിഷയത്തില് MLS or MT. MLS എന്ന് പറഞ്ഞാൽ എന്താണ്? MLS മെഡിക്കൽ ലബോറട്ടറി സയൻസ് ആണ് കേട്ടോ. അത് സയന്റിസ്റ്റ് നമ്മൾ പറയാം. അതായത് പഠിച്ചിട്ടുള്ള വ്യക്തിനെ നമ്മൾ മെഡിക്കൽ ലബോറട്ടറി സയന്റിസ്റ്റ് എന്നാണ് പറയാ. ഇത് മെഡിക്കൽ ലബോറട്ടറി സയൻസ് ഓർ MT എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്, മെഡിക്കൽ ടെക്നോളജി തന്നെയാണ് കേട്ടോ. മെഡിക്കൽ ടെക്നോളജി തന്നെയാണ് എന്ന് പറഞ്ഞാൽ ലബോറട്ടറിയുമായിട്ട് ബന്ധപ്പെട്ട വിഭാഗം തന്നെയാണ് കേട്ടോ. MLT എന്ന് പറഞ്ഞാൽ മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജിയാണ് കേട്ടോ. MLT എന്ന് പറഞ്ഞാൽ മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി. അപ്പൊ ഇത് തമ്മിൽ വല്ല വ്യത്യാസം ഉണ്ടോ എന്ന് വെച്ചാൽ വ്യത്യാസമൊക്കെ ഉണ്ട്. MLT എന്ന് പറയുന്നതും MLS or MT എന്ന് പറയുന്നതും രണ്ടു കൂട്ടരും എവിടെ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്? ലാബിലെ പ്രവർത്തനങ്ങൾ തന്നെയാണ് ചെയ്യുന്നത്. പക്ഷെ MLT ഉണ്ടല്ലോ, മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ എന്ന് പറയുന്ന ആ ഒരു ക്വാളിഫിക്കേഷൻ, അതെന്ന് പറയുമ്പോൾ സാധാരണ നമ്മുടെ ലാബിനകത്തുള്ള പതിവ് പരിശോധന എന്ന് വെച്ചാൽ റുട്ടീൻ ആയിട്ടുള്ള ലാബ് ടെസ്റ്റുകളും മറ്റും പെർഫോം ചെയ്ത് കണ്ടക്ട് ചെയ്യുന്നതും ആ പരിശോധനകളൊക്കെ നടത്തുന്നത് പൊതുവെ MLT-കാരാണ് കേട്ടോ. മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ എന്ന് പറയുന്ന ആ ഒരു MLT-കാരാണ് പൊതുവെ ലാബിലെ ടെസ്റ്റുകളും മറ്റുമൊക്കെ കണ്ടക്ട് ചെയ്യുന്നത്. ലാബ് പരിശോധന ഒക്കെ നടത്തുന്നത് അവരാണ്. MLS എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ ഒരു പടി മുന്നില് ഹൈ ക്വാളിഫിക്കേഷൻ ഉള്ള ആൾക്കാരാണ്. MLT-നേക്കാളും ഒരു പടി മുന്നില് കുറച്ചും കൂടെ ക്വാളിഫിക്കേഷൻ കൂടിയ ആൾക്കാരാണ് MLS or MT എന്ന് പറയുന്നത്. രണ്ടും ഒരേ ലെവലാണ് കേട്ടോ. മെഡിക്കൽ ലബോറട്ടറി സയന്റിസ്റ്റ് അഥവാ മെഡിക്കൽ ടെക്നീഷ്യൻ എന്ന് പറയുമ്പോൾ MLT-കാരനേക്കാളും ഒരു പടി മുന്നിൽ ക്വാളിഫൈഡ് ആയിട്ടാണ്. അത് കുറെ കൂടി കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള, അതിലധികം സൂപ്പർവൈസറി ടാസ്കുകളൊക്കെയാണ് അധികം ചെയ്യുന്നത്. പക്ഷെ MLT-കാരുണ്ടല്ലോ, അവർക്ക് വേണ്ട ഗൈഡ് ലൈൻസും മറ്റും കൊടുത്തിട്ട് അവർക്ക് വേണ്ട ജോലികളും മറ്റും അസൈൻ ചെയ്ത് കൊടുക്കുന്നതൊക്കെയാണ് MLS. അവർ ലാബ് ടെസ്റ്റ് ചെയ്യും, പക്ഷെ അതിനേക്കാളും MLT-കാരെക്കാളും കുറച്ചും കൂടെ ഉയർന്ന ഒരു റാങ്ക് എന്നൊക്കെ പറയില്ലേ, ഒരു പടി മുന്നിൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും MLS or MT എന്ന് പറയുന്നത് കേട്ടോ. ഇതെല്ലാം അറിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അപ്പൊ അവരുടെ ഫംഗ്ഷൻ എന്താണ്? റെസ്പോൺസിബിലിറ്റി എന്താണ്? പ്രൊവൈഡ്സ് ദ സൂപ്പർവിഷൻ ഡേ ടു ഡേ ഫംഗ്ഷൻസ് ഓഫ് ദ ലാബ് കേട്ടോ. ഒരു ലാബിന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുക എന്നുള്ളതാണ് ജനറൽ സൂപ്പർവൈസറുടെ റെസ്പോൺസിബിലിറ്റി. അടുത്തത് കേട്ടോ, അടുത്ത ആളാണ് MLT. MLT-യുടെ ഫുൾ ഫോം പഠിച്ചിരിക്കുക. മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ. ആരാണ്? മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ എന്നാണ് MLT എന്ന് പറയുന്നത്. ഓക്കെ,
അദ്ദേഹത്തിന്റെ ക്വാളിഫിക്കേഷൻ എന്താണ് പറയുന്നത്? അസോസിയേറ്റ് ഡിഗ്രി and completion of accredited MLT or certificate program licensure or certification may be required by the employer. ഒന്നില്ലെങ്കിൽ ഈ പറയുന്ന MLT ലബോറട്ടറി ടെക്നീഷ്യന്റെ അല്ലെങ്കിൽ ടെക്നോളജിക്കകത്ത് ഡിഗ്രി ക്വാളിഫൈഡ് ആവണം. അതല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് പ്രോഗ്രാം ലൈസൻസ് ഡിപ്ലോമ ഉണ്ട്. ഡിപ്ലോമ ഇൻ MLTയുടെ ഡിപ്ലോമ കോഴ്സും ഉണ്ട്, MLTയുടെ ഡിഗ്രി കോഴ്സും ഉണ്ട് കേട്ടോ. ഒന്നില്ലെങ്കിൽ MLT ഡിഗ്രി ക്വാളിഫൈഡ് ആയിരിക്കണം, അതല്ല ഡിപ്ലോമ ഇൻ MLT ആണ് കുഴപ്പമില്ല. MLT ഡിപ്ലോമ കഴിഞ്ഞവരും ഈ അതാണ് അവരുടെ ക്വാളിഫിക്കേഷൻ ആയിട്ട് വരുന്നത് കേട്ടോ. അവരുടെ റെസ്പോൺസിബിലിറ്റി എന്താണ്? പെർഫോംസ് ദ കസ്റ്റമറി ടെസ്റ്റ്. കസ്റ്റമറി എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താണ്? ഇവിടെ കസ്റ്റമറി ഇവിടെ നിന്നത്തെ പതിവ് പരിശോധന എന്ന് അർത്ഥമാണ് കേട്ടോ. കസ്റ്റമറി ടെസ്റ്റ് എന്ന് പറഞ്ഞാല് പതിവ് പരിശോധനകളിലുള്ള രീതിയാണ്. അപ്പൊ എന്താണ് പറയുന്നത്? പെർഫോംസ് കസ്റ്റമറി ടെസ്റ്റ് ആൻഡ് ക്വാളിറ്റി കൺട്രോൾ ഓൺ ദ ടെസ്റ്റ് അണ്ടർ ദ സൂപ്പർവിഷൻ ഓഫ് MLS ഓർ MT. അതായത് നമ്മുടെ ലാബിനകത്തുള്ള പതിവ് പരിശോധനകളെല്ലാം തന്നെ പെർഫോം ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മൾ ഈ പറയുന്ന എന്താ പറയുക ക്വാളിറ്റി കൺട്രോൾ അല്ലെ, കൃത്യമായിട്ടുള്ള ക്വാളിറ്റി കൺട്രോള് മെയിൻറ്റെയിൻ ചെയ്യുക. അതും ആരുടെ സൂപ്പർവിഷനില്? അണ്ടർ ദ സൂപ്പർവിഷൻ ഓഫ് MLS ഓർ MT. ഇതാണ് ഞാൻ അടുത്ത് പറഞ്ഞത്. MLT-കാരെക്കാളും ഒരു പടി മുന്നിൽ നിൽക്കുന്ന ആൾക്കാരുടെ MLS ഓർ MT ആണ്. അവരുടെ ഗൈഡൻസില്, അവരുടെ നേതൃത്വത്തില്, അവരുടെ ഗൈഡൻസിനകത്ത് ഈ പറയുന്ന ലാബിലെ പതിവ് പരിശോധനകൾ നടത്തുകയും ക്വാളിറ്റി കൺട്രോൾ ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നതും ആരാണ്? MLT-കാരാണ് കേട്ടോ, മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ കേട്ടോ. ഏറ്റവും ഒടുവിൽ വരുന്നതാണ് ഫിലബോട്ടോമിസ്റ്റ് കേട്ടോ. PBT എന്നാണ് ഷോർട്ട് ആക്കി പറയുന്നത്. ചിലപ്പോൾ PBTയുടെ ഫുൾ ഫോം ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയണം ഫിലബോട്ടോമിസ്റ്റ് ആണ് കേട്ടോ. ഫിലബോട്ടോമിസ്റ്റിന്റെ യോഗ്യത എന്താ പറയുന്നത്? ഹൈസ്കൂൾ ഡിഗ്രി ആൻഡ് ട്രെയിനിങ് ഓർ വർക്ക് എക്സ്പീരിയൻസ്. ബേസിക് എഡ്യൂക്കേഷൻ ആണ് പറയുന്നത് കേട്ടോ. ബേസിക് എഡ്യൂക്കേഷൻ വിത്ത് എക്സ്പീരിയൻസ് ആണ് പറയുന്നത്. റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ഓർത്ത് വെക്കാം. ഗ്യാദേഴ്സ് ദ ബ്ലഡ് സാമ്പിൾസ് ഫ്രം ദ പേഷ്യൻസ് ഫോർ ദ ലാബ് ടെസ്റ്റ്. ലാബ് ടെസ്റ്റുകൾക്ക്, ലാബ് പരിശോധനകൾക്ക് ആവശ്യമായിട്ടുള്ള ബ്ലഡ് പേഷ്യൻസിൽ നിന്ന് കളക്ട് ചെയ്യുക കേട്ടോ. അതാണ് ഫിലബോട്ടോമിസ്റ്റിന്റെ ഉത്തരവാദിത്തം. ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്. ഹു ഗ്യാദേഴ്സ് collects the blood samples from the patients for the lab test. ആരാണ്? ഫിലബോട്ടോമിസ്റ്റ് ആണ്. ആരാണ്? ഫിലബോട്ടോമിസ്റ്റ്. ഓപ്ഷൻ ആയിട്ട് ലാബ് ഡയറക്ടർ, ടെക്നിക്കൽ സൂപ്പർവൈസർ എന്നൊക്കെ പറഞ്ഞു തരുന്നത് ആരാണ്? ഫിലബോട്ടോമിസ്റ്റ്. ഓക്കെ ആണോ? നിങ്ങൾക്ക് ഹൈറാർക്കി മനസ്സിലായോ? അപ്പൊ നമ്മൾ ഏറ്റവും ടോപ്പിൽ പറഞ്ഞത് ലാബ് ഡയറക്ടർ ആണ് കേട്ടോ. ലാബ് ഡയറക്ടർ ആണ്. അദ്ദേഹത്തിന്റെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്? അതായത് ഒരു ലാബിനകത്തുള്ള എല്ലാ പ്രവർത്തനങ്ങളെയും മാനേജ് ചെയ്യുക, കൺട്രോൾ ചെയ്യുക, ക്വാളിറ്റി കെയർ ഉറപ്പുവരുത്തുക, കൺസൾട്ടന്റ് പാത്തോളജിസ്റ്റുമായിട്ട് ടെസ്റ്റ് റിസൾട്ടുകൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ പറഞ്ഞത് ടെക്നിക്കൽ സൂപ്പർവൈസർ ആണ്. ആ പേരിൽ നിന്ന് കിട്ടും ടെക്നിക്കൽ ആൻഡ് സയന്റിഫിക് സപ്പോർട്ട് കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് ടെക്നിക്കൽ സൂപ്പർവൈസർ എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് ജനറൽ സൂപ്പർവൈസർ ആണ്. അദ്ദേഹത്തിന്റെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ഡേ ടു ഡേ ഫംഗ്ഷൻസ്, ലാബിനകത്ത് നടക്കുന്ന ദൈനംദിന പ്രവർത്തനങ്ങൾ മുഴുവൻ മേൽനോട്ടം വഹിക്കേണ്ട വ്യക്തിയാണ് ജനറൽ സൂപ്പർവൈസർ എന്ന് പറയുന്നത്. ഇതിന് സംശയം ഉണ്ടാവും. ഓക്കെ. പിന്നെ വരുന്നത് MLT ആണ് കേട്ടോ, മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ ആണ്. അദ്ദേഹത്തിന്റെ റെസ്പോൺസിബിലിറ്റി എന്താണ്? ലാബിനകത്തുള്ള പരിശോധനകൾ നടത്തുക. ഇപ്പൊ കംപ്ലീറ്റ് ടെസ്റ്റുകൾ മറ്റു ചെയ്തത് MLT-കാരാണ് കേട്ടോ. ലാബിനകത്തുള്ള ഈ പറയുന്ന ടെസ്റ്റുകളെല്ലാം കണ്ടക്ട് ചെയ്യുക. ആരുടെ നേതൃത്വത്തില്? MLS-കാരുടെ ഗൈഡൻസിൽ അല്ലെ, അവരുടെ നേതൃത്വത്തിൽ, അവരുടെ ഗൈഡൻസിൽ നിന്നുകൊണ്ട് പതിവ് പരിശോധനകളൊക്കെ നടത്തുന്നത് MLT-കാരാണ്. ഏറ്റവും ഒടുവിൽ പറഞ്ഞത് ഫിലബോട്ടോമിസ്റ്റ് ആണ്, PBT. ഫിലബോട്ടോമിസ്റ്റിന്റെ റെസ്പോൺസിബിലിറ്റി എന്താണ്? കളക്ട് ദ ബ്ലഡ് സാമ്പിൾസ് ഫ്രം ദ പേഷ്യൻസ് ഫോർ ദ ടെസ്റ്റ് അല്ലെ. ഈ പറയുന്ന ടെസ്റ്റിന് ആവശ്യമായിട്ടുള്ള ബ്ലഡ് സാമ്പിളുകൾ പേഷ്യൻസിൽ നിന്ന് കളക്ട് ചെയ്യുന്നത് ആരാണ്? ഫിലബോട്ടോമിസ്റ്റ് ആണ് കേട്ടോ. ഓക്കെ ആണോ? ക്ലിയർ ആയോ നിങ്ങൾക്ക്? അപ്പൊ ഇതിന്റെ റെസ്പോൺസിബിലിറ്റി തന്നിട്ട് ആരുടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടണം കേട്ടോ. ആരും പോകരുത്. അടുത്തതിലേക്ക് പോകാം. ഓക്കെ ആണ്. നെക്സ്റ്റ് വരുന്നതാണ് ഇൻഫ്രാസ്ട്രക്ചർ കേട്ടോ. ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് സൗകര്യങ്ങളാണ് കേട്ടോ. പ്രത്യേകിച്ച് അടിസ്ഥാന സൗകര്യങ്ങൾ, ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. ജസ്റ്റ് ഒന്ന് വായിക്കാം കേട്ടോ. Infrastructure of the laboratory changes with the needs of the clinical research or service provided by the laboratory, but the basic needs should meet the regulatory and international standards. അതായത് വേറൊന്നുമല്ല, അതായത് ഒരു ഹോസ്പിറ്റൽ ഒരു ലാബിന്റെ ഇൻഫ്രാസ്ട്രക്ചർ, ലാബിലുള്ള
സൗകര്യങ്ങള്, അടിസ്ഥാന സൗകര്യങ്ങൾ എന്ന് പറയുന്നത് ആ ഒരു ലാബ് എങ്ങനെയുള്ള സേവനങ്ങളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെയുള്ള ആവശ്യങ്ങൾക്കായിട്ടാണ് കസ്റ്റമേഴ്സ് ആ ഒരു ലാബിനെ സമീപിക്കുന്നത്, അതിനനുസരിച്ചുകൊണ്ടാണ് ആ ഒരു ലാബിന്റെ സൗകര്യങ്ങള് നിശ്ചയിക്കുന്നത്. അല്ലെ അടിസ്ഥാന സൗകര്യം നോക്കൂ, ചെറിയ ലാബുകളാണെങ്കിൽ അതിനനുസരിച്ചുള്ള സേവനങ്ങളല്ലേ അവർക്ക് കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. അതേസമയം ഒരുപാട് സേവനങ്ങൾ കൊടുക്കുന്ന ലാബുകളാണെങ്കിലോ, അങ്ങനെയുള്ള ലാബുകൾ എന്ന് പറയുമ്പോൾ അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിരിക്കും അല്ലെ, കുറേയും കൂടെ സൗകര്യങ്ങൾ ആ ഒരു ലാബിനകത്ത് ഉണ്ടായിരിക്കും. പക്ഷേ എന്നിരുന്നാലും ഇത് പറയുന്നത് ബേസിക് നീഡ്സ് ഷുഡ് മീറ്റ് ദ റെഗുലേറ്ററി ആൻഡ് ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്. എത്ര ചെറിയ ലാബ് ആയിക്കോട്ടെ വലിയ ലാബ് ആയിക്കോട്ടെ, ബേസിക് ആയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും എന്തിനനുസൃതമായിരിക്കും, നമ്മുടെ റെഗുലേറ്ററി ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡുകൾ കീപ്പ് ചെയ്തുകൊണ്ടായിരിക്കും ഉണ്ടായിരിക്കും അല്ലെ. അതായത് ഏതൊരു ലാബ് എടുത്താൽ അത് ചെറിയ ലാബ് ആയിക്കോട്ടെ വലിയ ലാബ് ആയിക്കോട്ടെ, കൃത്യമായിട്ടുള്ള റെഗുലേറ്ററി ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡുകൾ നിലവാരം കീപ്പ് ചെയ്തുകൊണ്ട് തന്നെയായിരിക്കും ഓരോ ലാബുകളുടെയും ബേസിക് ആയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും നിർണ്ണയിക്കുന്നത് കേട്ടോ. ബേസിക് സൗകര്യങ്ങളാണെങ്കിൽ കൂടിയും അത് ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് കൃത്യമായിട്ടുള്ള റെഗുലേറ്ററി സ്റ്റാൻഡേർഡുകൾ പാലിക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ പറയുന്നത് എന്താന്ന് വെച്ചാല് ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. അടുത്ത സെന്റൻസ്, the infrastructure of a laboratory directly affects the quality of research data, efficiency and safety of the laboratory workers. കേട്ടോ, അത് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആയിട്ട് നമുക്ക് പറയാം. അതായത് ഒരു ലബോറട്ടറിയുടെ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത് എന്തിനെയൊക്കെ അഫക്ട് ചെയ്യുന്നുണ്ട്, എന്തെല്ലാം കാര്യങ്ങൾ അത് സ്വാധീനിക്കുന്നുണ്ട്. ഒന്ന് ക്വാളിറ്റി ഓഫ് റിസർച്ച് ഡാറ്റ, അല്ലെ അവിടെ നിന്ന് ലഭിക്കുന്ന ഡാറ്റയുടെ ക്വാളിറ്റി, ഗുണമേന്മയെ സ്വാധീനിക്കില്ലേ? തീർച്ചയായിട്ടും സ്വാധീനിക്കില്ല. അത്യാവശ്യം നല്ല സൗകര്യങ്ങളുള്ള ഒരു ലാബാണെങ്കിൽ അവിടെ നിന്ന് വരുന്ന റിസൾട്ടുകളിലും അതിൻ്റെതായ അഡ്വാൻസ്ഡ് കാര്യങ്ങളും ഉണ്ടായിരിക്കും അല്ലെ. പിന്നെന്താണ് എഫിഷ്യൻസി, ആ ഒരു ലാബിന്റെ കാര്യക്ഷമത. പിന്നെന്താണ് സേഫ്റ്റി ഓഫ് ദ ലബോറട്ടറി വർക്കർ, അതുപോലെ അവിടെ വർക്ക് ചെയ്യുന്ന ജീവനക്കാരുടെ സുരക്ഷിതത്വത്തിനെയും എഫക്ട് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും ഉണ്ട് അല്ലെ. ലാബിന്റെ സൗകര്യങ്ങൾ, ലാബിന്റെ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും 3 കാര്യങ്ങളെയാണ് സ്വാധീനിക്കുന്നത്, അല്ലെങ്കിൽ 3 കാര്യങ്ങളെയാണ് എഫക്ട് ചെയ്യുന്നത്. ഒന്ന് ക്വാളിറ്റി ഓഫ് റിസർച്ച് ഡാറ്റ, ലഭിക്കുന്ന ഡാറ്റയുടെ ക്വാളിറ്റിയിൽ എഫക്ട് ചെയ്യുന്നുണ്ട്. എഫിഷ്യൻസി അല്ലെ, അവിടുത്തെ കാര്യക്ഷമതയെ എഫക്ട് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം സേഫ്റ്റി ഓഫ് ദ ലബോറട്ടറി വർക്കേഴ്സ്, അവിടെ വർക്ക് ചെയ്യുന്ന ജീവനക്കാരുടെ സുരക്ഷിതത്വം, അവരുടെ സേഫ്റ്റിയെയും അത് എന്ത് ചെയ്യുന്നുണ്ട്, എഫക്ട് ചെയ്യുന്നു. അത്യാവശ്യം നല്ല സൗകര്യങ്ങളുള്ള ലാബാണെങ്കിൽ അവിടുത്തെ ജീവനക്കാർ വർക്ക് കണ്ട് സുരക്ഷിതരായിരിക്കും. അതേസമയം ഒരു മോശം അവസ്ഥയിൽ ഇരിക്കുന്ന ഒരു ലാബാണെങ്കിൽ ഒരുപക്ഷെ അവിടുത്തെ ജീവനക്കാർ എന്തായിരിക്കണമെന്നില്ല, സേഫ് ആയിരിക്കണമെന്നില്ല. അതുപോലെ എഫിഷ്യൻസിയും അതിനനുസരിച്ച് കുറവായിരിക്കും. ഓക്കെ, ആ ഒരു പോയിന്റിൽ മാത്രം ഒന്ന് നോട്ടേക്ക് വെച്ചാൽ മതി കേട്ടോ. ചിലപ്പോൾ ഇങ്ങനെ വേണമെങ്കിൽ ചോദിക്കാം, ഇൻഫ്രാസ്ട്രക്ചർ ഓഫ് എ ലബോറട്ടറി ഡയറക്ട്ലി അഫക്ട്സ് ഡാഷ് നമുക്ക് പറഞ്ഞു വേണമെങ്കിൽ കൊടുക്കുകയാണെങ്കിൽ ഈ പോയിന്റുകളൊക്കെ ശ്രദ്ധിക്കാം. പിന്നെ വരുന്നത് the management of the laboratory is responsible for providing the sufficient resources to the staff to guarantee the efficient working of the laboratory. അറിയാലോ, അതായത് ഒരു ലാബിന്റെ വളരെ കാര്യക്ഷമമായിട്ടുള്ള പ്രവർത്തനത്തിന് അവിടുത്തെ ജീവനക്കാർക്ക് ആവശ്യമാകുന്ന മതിയായ വിഭവങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത് ആ ഒരു മാനേജ്മെന്റിന്റെ ഉത്തരവാദിത്വമാണ് ആണല്ലോ. ലബോറട്ടറിയിലെ അവിടുത്തെ വർക്ക് അല്ലെങ്കിൽ അവിടുത്തെ ആ ഒരു ജോലി സേവനങ്ങൾ വളരെ കാര്യക്ഷമമായിട്ട് നടക്കണമെങ്കിൽ അവിടുത്തെ ജീവനക്കാർക്ക് മതിയായ വിഭവങ്ങൾ പ്രൊവൈഡ് ചെയ്യണം. റിസോഴ്സസ് എന്ന് പറയുമ്പോൾ അവർക്ക് ആവശ്യമായിട്ടുള്ള എക്യുപ്മെന്റുകള്, മറ്റുള്ള ഇൻസ്ട്രുമെന്റുകള്, ഹ്യൂമൻ റിസോഴ്സസ് സ്റ്റാഫുകളെയാണ് ആവശ്യമെങ്കിൽ അത് കൊടുക്കണം. അപ്പൊ അങ്ങനെ കൊടുക്കാനുള്ള ഒരു ഉത്തരവാദിത്തം ആർക്കാണുള്ളത്, ആ ഒരു ഹോസ്പിറ്റൽ മാനേജ്മെന്റിനാണ് കേട്ടോ. അത്രയും കാര്യം മാത്രമേ എനിക്ക് പറയുന്നുള്ളൂ, വേറെ ഒന്നും കേട്ടോ. പോയിന്റ് എന്ന് പറയാൻ ഇതേ ഉള്ളൂ. അതായത് ഇൻഫ്രാസ്ട്രക്ചർ 3 കാര്യങ്ങളെ എഫക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ക്വാളിറ്റി റിസർച്ച് ഡാറ്റ, എഫിഷ്യൻസി ആൻഡ് ലബോറട്ടറി വർക്ക്സ്. അത് മാത്രം ഒന്ന് നോട്ട്, സേഫ്റ്റി ഓഫ് ലബോറട്ടറി വർക്കേഴ്സ്, അത്രയും കാര്യങ്ങളെയാണ് എഫക്ട് ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ പറഞ്ഞത്? ഓക്കെ ആണല്ലോ, മനസ്സിലാവുന്നതല്ലോ? നെക്സ്റ്റ് വരുന്നത് കേട്ടോ, ഗുഡ് ലബോറട്ടറി ഡിസൈൻ ഷുഡ് എക്സാമിൻ ദ ഫോളോയിങ്. ഒരു നല്ല ലബോറട്ടറി എക്സാമിൻ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ചുരുക്കി പറഞ്ഞ ഇത്രയേ ഉള്ളൂ. ഒരു നല്ല ലാബിന് വേണ്ട സൗകര്യങ്ങൾ എന്തൊക്കെയാണ്, അതാണ് അവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ. A good laboratory design should examine the following. ഒരു നല്ല ലാബിന് വേണ്ട, ലബോറട്ടറിക്ക് വേണ്ട സൗകര്യങ്ങള് അല്ലെങ്കിൽ ഫെസിലിറ്റികൾ എന്തൊക്കെയാണ് ഒന്ന് നോക്കി വെക്കാതെ. അതൊന്നും കാണാണ്ട് പഠിക്കേണ്ട കാര്യങ്ങളൊന്നും അതൊക്കെ വായിച്ചാൽ തന്നെ മനസ്സിലാവുന്ന കാര്യങ്ങളേ ഉള്ളൂ കേട്ടോ. ഒന്നാമത്തെ നോക്കൂ, സൈനേജ് ആണ് കേട്ടോ. സൈനേജ് ബോർഡുകൾ ഉണ്ടായിരിക്കണം. സൈനേജിനെ പറ്റിയാണ് ആദ്യം പറയുന്നത്. ഒരു നല്ല ലാബിന് വേണ്ട സൗകര്യങ്ങൾ, നല്ല ലാബിന് ഉണ്ടായിരിക്കേണ്ട കാര്യങ്ങളാണ് അവിടെ പറഞ്ഞത്. ഫസ്റ്റ് വൺ നോക്കൂ, സൈനേജ്. Signage within or outside the facility should be made available. Okay.
that consists of the following information: name, registration number, services offered, working hours, contact number, fees for different tests and services. അതായത് ഏതൊരു ലാബിന്റെ അകത്തായിക്കോട്ടെ പുറത്തായിക്കോട്ടെ കൃത്യമായിട്ടുള്ള സൈനേജ് ബോർഡുകൾ പ്രദർശിപ്പിച്ചിരിക്കണം അല്ലെ. സൈനേജ് ബോർഡുകൾ നിർബന്ധമായിട്ടും എന്ത് ചെയ്തിരിക്കണം? പ്രദർശിപ്പിച്ചിരിക്കണം. ഇനി ഈ പറയുന്ന സൈനേജ് ബോർഡിലെ എന്തെല്ലാം വിവരങ്ങളാണ് ഉൾപ്പെടുത്തേണ്ടത്? ഒന്ന് നെയിം അല്ല, ആ ഒരു ലാബിന്റെ പേര്. എക്സ്റേ ആണെങ്കിൽ എക്സ്റേ ലാബ്, കത്തീഡ്രൽ ലാബ് ആണെങ്കിൽ കത്തീഡ്രൽ ലാബ്, അങ്ങനെ ആ ഒരു ലാബിന്റെ പേര് കൊടുക്കണം അല്ലെ. നമ്മൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ കണ്ടിട്ടില്ലേ എക്സ്റേ ലാബ്, കാത്ത് ലാബ് എന്നൊക്കെ പറഞ്ഞെഴുതി കണ്ടിട്ടില്ലേ? റേഡിയോളജി എന്നൊക്കെ എല്ലാത്തിനും അതിന്റെ പേര് അതിന്റെ ഫ്രണ്ടിൽ തന്നെ എന്ത് ചെയ്തിട്ടുണ്ടാവും? ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ആ രീതിയിൽ നെയിം അല്ലെ പേര് വേണം. പിന്നെ രജിസ്ട്രേഷൻ നമ്പർ, അത് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു നമ്പർ ഉണ്ടായിരിക്കും, ആ നമ്പർ ഉണ്ടായിരിക്കണം. സർവീസസ് ഓഫേർഡ്, എന്തെല്ലാം സേവനങ്ങളാണ് അവർ ഓഫർ ചെയ്യുന്നത്. ഓക്കെ. പിന്നെ വർക്കിംഗ് അവേഴ്സ്, പ്രവർത്തന സമയം അല്ലെ. പിന്നെന്താണ്? കോണ്ടാക്ട് നമ്പർ, അവരെ കോണ്ടാക്ട് ചെയ്യാനുള്ള ബന്ധപ്പെടാനുള്ള നമ്പർ. പിന്നെ ഫീസ് ഫോർ ഡിഫറെന്റ് ടെസ്റ്റ് ആൻഡ് സർവീസസ്, ഓരോ ടെസ്റ്റുകൾക്ക് അല്ലെങ്കിൽ ഓരോ സേവനങ്ങൾക്ക് അവർ നിശ്ചയിച്ചിട്ടുള്ള ഫീസ് അല്ലെ, അതും അതിനകത്ത് രേഖപ്പെടുത്തണം. നമുക്ക് ഇതൊക്കെ കാണുന്നതാണ് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ. എന്തിനു പറഞ്ഞ ലാബിൽ പോകുമ്പോൾ നമ്മൾ അവരോട് ചോദിക്കേണ്ട ആവശ്യമില്ല. എന്റെ ഫ്രണ്ടിൽ തന്നെ വലിയൊരു ബോർഡ് കൊടുത്തിട്ടുണ്ടോ, അതിനകത്ത് എന്തെല്ലാം സേവനങ്ങൾ, എന്തൊക്കെ ടെസ്റ്റുകൾ അവിടെ ചെയ്യുന്നുണ്ട്, ഓരോ ടെസ്റ്റിന് എത്ര രൂപ വെച്ചാണ് എന്നുള്ള കാര്യങ്ങൾ ആ ലാബിൽ കൃത്യമായിട്ട് ആ ഒരു സൈനേജ് ബോർഡിനകത്ത് കൃത്യമായിട്ട് കാണാനായിട്ട് സാധിക്കും. അതൊക്കെ നമ്മൾ കാണുന്ന കാര്യങ്ങൾ അല്ലെ. അതൊരു നല്ല ലാബിന് ഉണ്ടായിരിക്കണം കേട്ടോ. സൈനേജ് ആണ് വേണ്ടത്. സൈനേജ് ബോർഡുകൾ നിർബന്ധമായിട്ട് ഉണ്ടായിരിക്കണം. എന്തൊക്കെ കാര്യങ്ങളാണ് അതിനകത്ത് ഉൾപ്പെടുത്തേണ്ടതെന്നും മനസ്സിലായല്ലോ? പേര്, രജിസ്റ്റർ നമ്പർ, അതുപോലെ തന്നെ സർവീസസ് ഓഫേർഡ്, വർക്കിംഗ് അവർ, കോൺടാക്ട് നമ്പർ, പിന്നെ ഫീസ് ഫോർ ദ ഡിഫറെന്റ് സർവീസസ് കേട്ടോ. അടുത്തത് രണ്ടാമത്തെ പോയിന്റ് ഇതാണ്, എസെൻഷ്യൽ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി റെഗുലേഷൻസ്. അതായത് യൂസ് സേഫ്റ്റി സൈനേജ് ആസ് അപ്ലിക്കബിൾ. അതോടൊപ്പം തന്നെ വളരെ അത്യാവശ്യമായിട്ടുള്ള ആരോഗ്യ സുരക്ഷാ നിയന്ത്രണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സേഫ്റ്റി സൈനേജുകളാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഈ ഒരു ചാപ്റ്ററിനകത്ത് നിങ്ങൾക്ക് കുറച്ചൊരു സേഫ്റ്റി സൈനേജുകൾ പിക്ചർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ലാസ്റ്റ് ഭാഗമൊക്കെ ആവുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതൊക്കെയാണ് കേട്ടോ ഇങ്ങനെയുള്ള കണ്ടില്ലേ സേഫ്റ്റി സൈനേജുകൾ. ഇതുപോലെയുള്ള സേഫ്റ്റി സൈനേജുകൾ എവിടെ പ്രദർശിപ്പിച്ചിരിക്കണം? ലാബിനകത്ത് പ്രദർശിപ്പിച്ചിരിക്കണം. ലാബിനകത്തല്ല, ലാബിന് പുറത്ത് പ്രദർശിപ്പിക്കുക. അതാണ് പറയുന്നത് സേഫ്റ്റി സൈനേജസ് അപ്ലിക്കബിൾ ആയിട്ടുള്ള സ്ഥലത്തൊക്കെ സേഫ്റ്റി സൈനേജുകൾ ഉപയോഗിച്ചിരിക്കണം. പിന്നെ മൂന്നാമത്തെ പോയിന്റ് എന്താണ്? എമർജൻസി പ്ലാൻസ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്ലാൻസ്. അതുപോലെ ഒരു ലാബ് എന്ന് പറയുമ്പോൾ കൃത്യമായിട്ടുള്ള എമർജൻസി പ്ലാനുകളും ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്ലാനുകളും ഉണ്ടായിരിക്കണം. എന്ന് പറഞ്ഞാല് ഫയർ അല്ലെ, പെട്ടെന്ന് തീപിടുത്തമുണ്ടായി, അല്ലെങ്കിൽ കെമിക്കൽ സ്പില്ലേജ്, വാതക ചോർച്ചകള്, മറ്റെന്തെങ്കിലും ലാബ് ആക്സിഡൻസ് വന്നു കഴിഞ്ഞാല് പെട്ടെന്ന് അവിടെ നിന്ന് ഇവാക്യുവേറ്റ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള കൃത്യമായിട്ടുള്ള എമർജൻസി പ്ലാനുകൾ, ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്ലാനുകൾ ഒരു നല്ല ലാബിന് നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കും. വേണ്ടേ? ഓക്കെ, അത്രയൊരു എമർജൻസി പ്ലാൻസ് ആണ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്ലാൻ. പിന്നെ വരുന്നത് എന്താണ്? കോൺസ്റ്റന്റ് പവർ സപ്ലൈ അല്ലെ, സ്ഥിരമായിട്ടുള്ള ഒരു വൈദ്യുത വിതരണം ഉറപ്പാക്കിയിരിക്കണം. അറിയാലോ ലാബാണ്, ടെസ്റ്റുകൾ നടത്തുന്ന ഒരു സ്ഥലമാണ്. അവിടെ ഒരിക്കലും പവർ ഫെയിലിയർ വരാനായിട്ട് പാടില്ല. അതുകൊണ്ട് തന്നെ കോൺസ്റ്റന്റ് പവർ സപ്ലൈ ആയിട്ട് സ്ഥിരമായിട്ടുള്ള ഒരു വൈദ്യുത വിതരണം അവിടെ ഉറപ്പാക്കിയിരിക്കണം. പിന്നെ വരുന്നത് വെന്റിലേഷൻ, എൻവിയോൺമെന്റ് കൺട്രോൾ ആൻഡ് ലൈറ്റിംഗ് അറേഞ്ച്മെന്റ്സ്. ആവശ്യത്തിന് വായു പ്രവാഹം ഉണ്ടായിരിക്കണം. എൻവിയോൺമെന്റ് കൺട്രോൾ, അത്യാവശ്യം ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി അതെല്ലാം തന്നെ ഒരു ബാലൻസ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു എൻവിയോൺമെന്റ് കൺട്രോൾ ആണ് എവിടെ ഉണ്ടായിരിക്കുന്നത്? ലാബിനകത്ത് ഉണ്ടായിരിക്കുന്നത് അല്ലെ. ലാബിനകത്ത് എന്ന് പറയുമ്പോൾ ഒരുപാട് ചൂടും പാടില്ല, ഒരുപാട് തണുപ്പും പാടില്ല. ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി ഒക്കെ ഏകദേശം ഒരു ബാലൻസ് ചെയ്യുന്ന രീതിയിലായിരിക്കണം ആ ഒരു ലാബിന്റെ അന്തരീക്ഷം എന്ന് പറയുന്നത്. അങ്ങനെയായിരിക്കും അവിടെ സെറ്റ് ചെയ്യേണ്ടത് കേട്ടോ. ആൻഡ് ലൈറ്റിംഗ് അറേഞ്ച്മെന്റ്സ്, പ്രോപ്പർ ആയിട്ടുള്ള ലൈറ്റിംഗ് അറേഞ്ച്മെന്റ്സും മറ്റും ഉണ്ടായിരിക്കുന്നത്. അറിയാലോ വളരെ മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പരിശോധിക്കുന്നത്. തീർച്ചയായിട്ടും പവർ സപ്ലൈ, അതുപോലെ ലൈറ്റിംഗ് അറേഞ്ച്മെന്റ്സുകൾ എന്നൊക്കെ പറഞ്ഞ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേണ്ട ഫെസിലിറ്റികളാണ് അല്ലെ. ഓക്കെ, പിന്നെ വരുന്നത് എന്താണ്? കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റി വിത്ത് റെഫറൽ സെന്റേഴ്സ് കേട്ടോ. റെഫറൽ സെന്റേഴ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുള്ള സൗകര്യങ്ങൾ ഉണ്ടായിരിക്കണം, ഫെസിലിറ്റി ഉണ്ടായിരിക്കണം. എന്താണ് റെഫറൻസ് സെന്റർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതായത് ലാബ് റെഫേഴ്സ് അനദർ ലാബ് ഫോർ ടെസ്റ്റിംഗ്. ഇപ്പൊ നമ്മൾ ഒരു ലാബിനകത്ത് കളക്ട് ചെയ്യുന്ന എല്ലാ സാമ്പിളുകളും അതേ ലാബിൽ തന്നെ ആവണമെന്നില്ല ടെസ്റ്റ് ചെയ്യുന്നത്. മറ്റേതെങ്കിലും റെഫറൻസ് സെന്ററിലേക്ക് അത് പോകുന്നുണ്ടാവും.
പ്രത്യേകിച്ച് ഇപ്പൊ നമ്മുടെ നാട്ടിൽ പറയുകയാണെങ്കിൽ ഇപ്പൊ ഹോസ്പിറ്റലിൽ വെച്ചിട്ടാണ് അല്ല നമ്മുടെ നാട്ടിലൊക്കെ ചിലപ്പോ ലാബുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഈ തൈറോയിഡ് ടെസ്റ്റ് നമുക്ക് ബ്ലഡ് കൊടുത്തു കഴിഞ്ഞാല് ഒരു പക്ഷെ ചിലപ്പോൾ അവർ അവിടെ ആയിരിക്കില്ല പറ്റുക അവര് ജസ്റ്റ് സാമ്പിള് മാത്രം അവിടെ കളക്ട് ചെയ്യുന്നുണ്ടാവും. എന്നിട്ട് ചിലപ്പോൾ ടെസ്റ്റിംഗ് നടത്തുന്നത് മറ്റേരിയയിലെ റെഫറൻസ് സെന്ററിലാണ്. പൊതുവെ അവര് പറയുന്നത് 3-4 ദിവസം കഴിഞ്ഞിട്ട് വരാനായിട്ട് ആവശ്യമില്ല. കാരണം അവിടെ എല്ലാം ടെസ്റ്റ് ചെയ്യുന്നില്ല. അവിടെ സാമ്പിൾ ജസ്റ്റ് അത് തന്നെ പുറത്തേക്ക് അയക്കും. ശരി, അത് തന്നെ ടെസ്റ്റ് സാമ്പിൾ കളക്ട് ചെയ്ത് മാത്രമേ ഉണ്ടാവുള്ളൂ. ടെസ്റ്റ് മറ്റും ചെയ്യുന്നത് അനദല്ല. അത് തന്നെയാണ് കറക്റ്റ് ആണ് കേട്ടോ. റെഫർ ടു അനദർ ലാബ് ടു എക്സാം. അതെ, ലാബ് ദാറ്റ് റെഫർ അനദർ ലാബ് ടു ടെസ്റ്റിംഗ് ടു എക്സാമിന്റെ സ്പെസിമെൻസ്. ഒരു ലാബ് മറ്റൊരു ലാബിലേക്ക് റെഫർ ചെയ്യണം. അതാണ് റെഫറൽ സെന്റർ എന്ന് പറയുന്നത്. ഈ റെഫറൽ സെന്ററുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനുള്ള ഫെസിലിറ്റി ഇല്ല. ഇവിടുന്ന് സ്പെസിമെൻ അയച്ചിട്ട് യാതൊരു കമ്മ്യൂണിക്കേഷൻ ഇല്ലാണ്ടിരുന്നാൽ ശരിയാവോ? ഇല്ല. അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഫെസിലിറ്റി ഇവിടെ ഉണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ ട്രാൻസ്പോർട്ട് ഓഫ് സ്പെസിമെൻ ഓഫ് സാമ്പിൾസ് ടു റെഫറൽ സെന്റേഴ്സ്. അല്ലെ, റെഫറൽ സെന്റേഴ്സിലേക്ക് കൃത്യമായിട്ട് സ്പെസിമെൻസിലെ ട്രാൻസ്പോർട്ടേഷനുള്ള ഫെസിലിറ്റികൾ ഉണ്ടായിരിക്കണം. പിന്നെന്താണ് പറയുന്നത്? അല്ല, അങ്ങനെ ആളുകൾ വഴി അല്ലെങ്കിൽ വണ്ടി എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങളും ഉണ്ടായിരിക്കണം. പിന്നെ വരുന്ന നോക്കൂ, ലാബ് ഏരിയാസ് ദാറ്റ് കണ്ടെയ്ൻ കാർസിനോജൻസ്, റേഡിയോ ഐസോട്ടോപ്സ്, ബയോഹസാർഡ്സ് ആൻഡ് ലേസേഴ്സ് ഷുഡ് ബി കറക്റ്റ്ലി മാർക്ക്ഡ് വിത്ത് ദ പ്രോപ്പർ വാർണിംഗ് സൈൻസ്. കേട്ടോ, അതായത് ലാബ് ഏരിയാസ് ദാറ്റ് കണ്ടെയ്ൻ കാർസിനോജൻ. What is mean by carcinogen? എന്താണ് ഉദ്ദേശിക്കുന്നത്? കാർസിനോജൻ മീൻസ് ദാറ്റ് ദ മെറ്റീരിയൽസ് ദാറ്റ് കോസിങ് ക്യാൻസർ ആണ് കേട്ടോ. ക്യാൻസറിന് കാരണമാകുന്ന മെറ്റീരിയൽസ് ഇതിനെയാണ് നമ്മൾ കാർസിനോജൻ എന്ന് പറയുന്നത് കേട്ടോ. ഇനി എവിടെയെങ്കിലും കേൾക്കാണെങ്കിൽ നമുക്ക് പോകരുത്. എന്താണ് കാർസിനോജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? അതായത് ദ മെറ്റീരിയൽസ് ഓഫ് സബ്സ്റ്റൻസസ് ദാറ്റ് കോസിങ് ക്യാൻസർ കേട്ടോ. ക്യാൻസറിന് കാരണമാകുന്ന മെറ്റീരിയലുകൾ അതിനെയാണ് നമ്മൾ കാർസിനോജൻ എന്ന് പറയുന്നത്. മറക്കരുത് കേട്ടോ. What is mean by carcinogen? These are the materials that causing cancer ആണ് കേട്ടോ. അപ്പൊ അത്തരത്തില് കാർസിനോജൻസ് അല്ലെങ്കിൽ റേഡിയോ ഐസോട്ടോപ്സുകൾ ഇതുപോലെ തന്നെ വളരെ ഹാർംഫുൾ ആണ് അല്ലെ. റേഡിയേഷൻസ് ഒക്കെ പുറത്തുവിടാൻ അത്തരം റേഡിയേഷൻസ് ഒക്കെ നമ്മുടെ ശരീരത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്നവയാണ് അല്ലെ. കൃത്യമായിട്ട് റേഡിയോ ഐസോട്ടോപ്സുകള്. ബയോഹസാർഡ്സ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഡിസീസ് പ്രൊഡ്യൂസിങ് ആയിട്ടുള്ള എന്താ പറയാ ബോഡി ഫ്ലൂയിഡ്സ് തന്നെയാണ് അല്ലെ. ബയോ ഹസാർഡ് എന്ന് പറയുമ്പോൾ എന്താണ്? ഡിസീസ് പ്രൊഡ്യൂസിങ് ബയോളജിക്കൽ സ്പെസിമെൻസ് ആണ് അല്ലെ. നമുക്കറിയാം നമ്മുടെ ലാബിനകത്ത് കൊണ്ടുവരുന്ന സ്പെസിമെൻസ് എന്നൊക്കെ പറഞ്ഞാൽ ഓൾറെഡി എന്തായിരിക്കും? ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള സ്പെസിമെൻസ് ആയിരിക്കും, രോഗികളുടെ സ്പെസിമെൻസ് ആണ് നമ്മൾ കൊണ്ടുവരുന്നത്. തീർച്ചയായിട്ടും അത് വളരെ ഇൻഫെക്റ്റിയസ് ആയിരിക്കും അല്ലെ. അത്തരത്തില് നമ്മളത് ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ കൈകാര്യം ചെയ്യുന്ന ആളുകൾക്കും കൂടെ വീണ്ടും അസുഖം വരാനുള്ള ചാൻസ് ഉണ്ട്. അത്തരത്തിലുള്ള ബയോഹസാർഡ്സ്, അതുപോലെ തന്നെ ലേസർ എന്ന് പറഞ്ഞാൽ അറിയാലോ തീവ്ര പ്രകാശം എന്നുള്ള അർത്ഥമുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ലാബ് ഏരിയകള് കൃത്യമായിട്ട് എന്ത് ചെയ്തിരിക്കണം? കൃത്യമായിട്ടുള്ള മുന്നറിയിപ്പ് സംവിധാനങ്ങൾ പ്രദർശിപ്പിച്ചിരിക്കണം. അത്തരത്തിലുള്ള ലാബ് ഏരിയകളിലെ കൃത്യമായിട്ടുള്ള വാർണിംഗ് സൈനുകള് എന്ത് ചെയ്തിരിക്കണം? ഡിസ്പ്ലേ ചെയ്തിരിക്കണം. അതാണ് നമ്മൾ പറയുന്നത് കേട്ടോ. ലാബ് ഏരിയാസ് ദാറ്റ് കണ്ടെയ്ൻ കാർസിനോജൻ, റേഡിയോ ഐസോട്ടോപ്പ്, ബയോഹസാർഡ് ആൻഡ് ലേസേഴ്സ് ദാറ്റ് ഷുഡ് ബി കറക്റ്റ്ലി മാർക്ക്ഡ് വിത്ത് ദ പ്രോപ്പർ വാർണിംഗ് സൈൻസ് കേട്ടോ. നെക്സ്റ്റ് വരുന്നത് ടു ഇഷ്യൂ ദ ക്രോസ് കണ്ടാമിനേഷൻ. The basic infrastructure facilities should have separated designated areas for reception, for specimen collection, for waiting, work area, disposal area, cleaning of glass wares, toilet facilities for staff and for the patient. എന്താണ് ഉദ്ദേശിക്കുന്നത്? ടു ഇഷ്യൂ എന്നുള്ള വാക്കിന്റെ അർത്ഥം ഒഴിവാക്കുക എന്നുള്ള അർത്ഥമാണ് കേട്ടോ. എന്താണ് ടു ഇഷ്യൂ മീൻസ് ഒഴിവാക്കുക കേട്ടോ. അർത്ഥം എനിക്ക് എഴുതി വെക്കണേ. ഇഷ്യൂ മീൻസ് അവോയ്ഡ് ചെയ്യുക, അതന്നെ അവോയ്ഡ് ചെയ്യുക കേട്ടോ. ക്രോസ് കണ്ടാമിനേഷൻ എന്ന് പറഞ്ഞാൽ അണുവ്യാപനമാണ് കേട്ടോ. സ്പ്രെഡിങ് ഓഫ് മൈക്രോ ഓർഗാനിസംസ് കേട്ടോ. അണുവ്യാപനത്തിനെയാണ് ക്രോസ് കണ്ടാമിനേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചുരുക്കി പറഞ്ഞാല് നമ്മുടെ ലാബിനകത്തുള്ള അണുവ്യാപനം ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട്, അണുവ്യാപനം തടയുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ലാബിലെ ഫെസിലിറ്റികൾക്കെല്ലാം തന്നെ ഒരു സെപ്പറേറ്റഡ് ഏരിയാസ് ഡെസിഗ്നേറ്റ് ചെയ്ത് കൊടുക്കണം. എന്ന് പറഞ്ഞാല് ഇപ്പൊ ഏരിയാസ് ഫോർ റിസപ്ഷൻ ആയിട്ട് പ്രത്യേക ഏരിയ, അതുപോലെ ഫോർ സ്പെസിമെൻ കളക്ഷൻ, സാമ്പിൾ സ്പെസിമെൻ കളക്ട് ചെയ്യാനായിട്ട് ഒരു പ്രത്യേക ഏരിയ, വെയിറ്റിംഗ്, അതുപോലെ ആളുകൾക്ക് വെയിറ്റ് ചെയ്തിരിക്കാനായിട്ട് അതിനൊരു സെപ്പറേറ്റ് ഏരിയ,
അതുപോലെ വർക്ക് ഏരിയ, പിന്നെ ഡിസ്പോസൽ ഏരിയ, ഇപ്പൊ വേസ്റ്റ് ഒക്കെ വരുമ്പോൾ അത് ഡിസ്പോസ് ചെയ്യാനായിട്ട് അതിന് വേണ്ടി മാത്രമായിട്ട് ഒരു പ്രത്യേക ഏരിയ, പിന്നെ ക്ലീനിങ് ഓഫ് ക്ലാസ് റൂംസ്, അതായത് നമ്മൾ ഇത്തരത്തിലുള്ള ക്ലാസ് യൂട്ടൻസിൽസ് ഒക്കെ ധാരാളം ഉപയോഗിക്കുന്നുണ്ട് അതിനകത്ത്. അപ്പൊ അതൊക്കെ ക്ലീൻ ചെയ്യുന്നതിനായിട്ട് ഒരു പ്രത്യേക ഏരിയ. അതുപോലെ ടോയ്ലറ്റ് ഫെസിലിറ്റീസ് ഫോർ സ്റ്റാഫ് ആൻഡ് ഫോർ പേഷ്യൻസ്, സ്റ്റാഫുകൾക്കും പേഷ്യൻസിനുമായിട്ട് ടോയ്ലറ്റ് ഫെസിലിറ്റികൾ സെപ്പറേറ്റ് ഏരിയയായിട്ടാണ് പ്രൊവൈഡ് ചെയ്യുക. അപ്പൊ അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും ഒരു സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ഓരോ ലൊക്കേഷൻ അലോക്കേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അതിലൂടെ എന്ത് കുറയ്ക്കാനായിട്ട് പറ്റും? ക്രോസ് കണ്ടാമിനേഷൻ, അണുവ്യാപനം തടയാനായിട്ട്, അവോയ്ഡ് ചെയ്യാനായിട്ട് സാധിക്കും. ക്ലിയർ ആയോ പറഞ്ഞത്? ഓക്കെ, മനസ്സിലായല്ലോ? അണുവ്യാപനം തടയുന്നതിനായിട്ട് എല്ലാത്തിനും സെപ്പറേറ്റ് ഏരിയകൾ ഡെസിഗ്നേറ്റ് ചെയ്ത് കൊടുക്കുക, അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുക എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വരുന്നത് specimen or sample or slide storage facility including the cold storage wherever applicable. അതായത് പ്രത്യേകിച്ച് അറിയാലോ, സ്പെസിമെൻസ് ഒക്കെ നമുക്ക് സ്റ്റോർ ചെയ്യുന്നതിനുള്ള ഫെസിലിറ്റി ലാബിനകത്ത് ഉണ്ടായിരിക്കണം. ഇൻക്ലൂഡിംഗ് കോൾഡ് സ്റ്റോറേജ് ഫെസിലിറ്റി കൂടെ ഉണ്ടായിരിക്കണം. ചില സ്പെസിമെൻസ് അന്ന് തന്നെ ചിലപ്പോൾ ടെസ്റ്റ് ചെയ്യണമെന്നൊന്നുമില്ല, ചിലപ്പോൾ 2-3 ദിവസം കഴിഞ്ഞിട്ട് ടെസ്റ്റിങ്ങിനൊക്കെ എടുക്കുന്ന സ്പെസിമെൻസ് ഉണ്ടായിരിക്കും. അങ്ങനെയുള്ളവയൊക്കെ നമ്മൾ കോൾഡ് സ്റ്റോറേജ് ആയിട്ടാണ് അവിടെ എന്ത് ചെയ്ത് വെക്കുന്നത്, കീപ്പ് ചെയ്ത് വെക്കുന്നത്. അത്തരത്തിൽ കോൾഡ് സ്റ്റോറേജ് ഉൾപ്പെടെയുള്ള സ്പെസിമെൻസിൽ സ്റ്റോർ ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ടായിരിക്കണം. പിന്നെന്താണ് പറയുന്നത്? ഓൺലി ഓതറൈസ്ഡ് പേഴ്സണൽ ഷുഡ് ഹാവ് ദ ആക്സസ് ടു എക്സാമിൻ ദ ഏരിയ റെക്കോർഡ് കീപ്പിംഗ് ഏരിയസ്. അത് മാത്രമല്ല, ഓതറൈസ്ഡ് ആയിട്ടുള്ള അധികാരപ്പെട്ട വ്യക്തികൾക്ക് മാത്രമേ ഇത്തരത്തിലുള്ള എക്സാമിനേഷൻ ഏരിയയിലോട്ടും അതുപോലെ റെക്കോർഡ് കീപ്പിംഗ് ഏരിയയിലേക്കും പ്രവേശിക്കാനായിട്ട് അനുവാദം ഉണ്ടായിരിക്കുള്ളൂ. എല്ലാവർക്കും അതിനകത്ത് കയറി പോകാനായിട്ട് പറ്റില്ല. വളരെ ഓതറൈസ്ഡ് ആയിട്ടുള്ള വ്യക്തികൾ മാത്രമാണ് എക്സാമിനേഷൻ ഏരിയയിലേക്കും റെക്കോർഡ് കീപ്പിംഗ് ഏരിയയിലേക്കും പ്രവേശിക്കാനായിട്ട് അനുവദിക്കുന്നത്. നമ്മൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ അത് തന്നെ കേട്ടോ. എൻട്രി ടു പബ്ലിക്കിന് അങ്ങനെ കയറി ചെല്ലാനായിട്ട് പറ്റില്ല കേട്ടോ. ഓതറൈസ്ഡ് ആയിട്ടുള്ള വ്യക്തികൾക്ക് മാത്രമേ പ്രവേശനം ഉണ്ടായിരിക്കുള്ളൂ. അപ്പൊ ഇത്രയും നമ്മൾ പറഞ്ഞത് എന്തിനെ പറ്റിയാണ്? ഒരു നല്ല ലാബിന് ഉണ്ടായിരിക്കേണ്ട സൗകര്യങ്ങളെ പറ്റിയിട്ടാണ് നമ്മൾ പറഞ്ഞത്. എളുപ്പമല്ലേ ഇത്? എളുപ്പമാണല്ലോ, മനസ്സിലായില്ലേ നിങ്ങൾക്ക്? ഓക്കെ അല്ലേ? നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടോ കുട്ടികള്? ബോറടിക്കുന്നുണ്ടോ നിങ്ങൾക്ക്? ഇല്ല. സെക്കൻഡ് അവർ ആകുമ്പോഴേക്കും എല്ലാവരും ലെഫ്റ്റ് അടിച്ച് പോകുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ചോദിച്ചതാണ്, ക്ലാസ് ബോറായിട്ടാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എനിക്കെല്ലാം വരുന്നത് സെക്കൻഡ് അവറിലാണ്. ഫസ്റ്റ് അവറിൽ വേറെ ബാച്ച് ഉള്ളത് അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതൊരു മൺഡേ മാത്രമായിരുന്നു ഫസ്റ്റ് അവർ എനിക്ക് വരുന്നത്. അതിപ്പോ വേറെ ബാച്ച് വന്നപ്പോ അതിന്റെ ഫസ്റ്റ് അവർ കയറേണ്ടി വരും. അപ്പൊ എല്ലാത്തിനും എപ്പോഴും നിങ്ങളുടെ ബാച്ചിന് ഞാൻ കയറുന്നത് സെക്കൻഡ് അവർ. അത് ഞാൻ ചോദിച്ചു ബോറടിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നോട്ട് ചെയ്യാനുള്ളത്. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ലെവൽസ് ഓഫ് ലബോറട്ടറീസ് ആണ് കേട്ടോ. വീണ്ടും ഒരു ഡിവിഷൻ നമ്മൾ പഠിക്കുകയാണ്. ഫസ്റ്റ് നമ്മളൊരു ഡിവിഷൻ പറഞ്ഞു, അത് എന്തിനെ ബേസ് ചെയ്തിട്ടാ? ഫങ്ഷണൽ ഡിവിഷൻസ് ആയിരുന്നു അല്ലെ? ലാബ് കൊടുക്കുന്ന സേവനങ്ങള് അവിടെ നടക്കുന്ന ഫങ്ഷണൽ ബേസ് ചെയ്തിട്ട് നമ്മൾ 5 ഡിവൈഡ് ചെയ്തില്ലേ? അതുപോലെ വേറൊരു ഡിവിഷൻ നമ്മൾ പഠിക്കാനുണ്ട് കേട്ടോ. ലെവൽസ് ഓഫ് ലബോറട്ടറീസ് ഇമ്പോർട്ടന്റ് ആണ്. ക്വസ്റ്റ്യൻ വരാനുണ്ട്. നോക്കാം, മെഡിക്കൽ ലബോറട്ടറീസ് അക്കോർഡിംഗ് ടു NABL, ഇതാണ് NABL, ആർ ഡിവൈഡഡ് ഇൻടു 4 ആസ് ബിലോ കേട്ടോ. NABL അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് NABL എന്താണെന്നുള്ളത് അപ്പൊ നിങ്ങൾ എഴുതി വെച്ചോളൂ, എഴുതി വെക്കുക കേട്ടോ. നാഷണൽ എഴുതി വെക്കും കേട്ടോ. NABL ഫുൾ ഫോം എഴുതി വെക്കണം, ചോദിച്ചിട്ടുണ്ട്. നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ്, നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ testing and calibration laboratories. Calibration laboratories. ഒന്നുകൂടെ വായിക്കാം. നാഷണൽ NATIONAL നാഷണൽ അക്രഡിറ്റേഷൻ ACC RETITATION അക്രഡിറ്റേഷൻ ബോർഡ് BOARD ബോർഡ് for testing testing and calibration, spelling CALLIBRATION calibration laboratories LABORATORIES. ഓക്കെ, കിട്ടിയല്ലോ. ഈ പറയുന്ന NABL എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയില് ലാബുകൾക്ക് അംഗീകാരം കൊടുക്കുന്ന, അക്രഡിറ്റേഷൻ കൊടുക്കുന്ന ഒരു ബോഡിയാണ് കേട്ടോ. NABL എന്ന് പറയുന്നത് നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ടെസ്റ്റിംഗ് ആൻഡ് കാലിബ്രേഷൻ ലബോറട്ടറി. കറക്റ്റ് ആണ് കേട്ടോ, കറക്റ്റ് ആണ് കേട്ടോ.
എൽസ മെസ്സേജ് ടൈപ്പ് ചെയ്തിട്ടുണ്ട്, കിട്ടാത്തവർ അതിന് നോക്കിക്കോളൂ കേട്ടോ. ഓക്കെ, അതായത് നമ്മുടെ ഇന്ത്യയിലെ ലാബുകൾക്ക് അംഗീകാരം കൊടുക്കുന്ന, അതിന്റെ ക്വാളിറ്റി മറ്റൊക്കെ മെഷർ ചെയ്ത് അതിനൊരു അംഗീകാരം കൊടുക്കുന്ന ഒരു ബോർഡാണ്, ഒരു ബോർഡാണ് ഈ പറയുന്ന NABL എന്ന് പറയുന്നത്. NABL പ്രധാനമായിട്ട് ലാബുകള് 4ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. 4ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇവിടെ പറയുന്നുണ്ട്, ഇറസ്പെക്ടീവ് ഓഫ് ദ പ്ലേസ് ദേ ആർ ഓപ്പറേറ്റിംഗ് ആൻഡ് ആർ ഈക്വലി ആപ്ലിക്കബിൾ ടു ബോത്ത് പബ്ലിക് ആൻഡ് പ്രൈവറ്റ് സെക്ടർ കേട്ടോ. ഇതൊരു ജനറലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഡിവിഷൻ തന്നെയാണ്. ഇതെന്ന് പറയുന്നത് പബ്ലിക് സെക്ടറിനും പ്രൈവറ്റ് സെക്ടറിനും ഒരുപോലെ ബാധകമാണ് കേട്ടോ. ഓക്കെ, നോക്കുക. ഫസ്റ്റ് വൺ 4 ടൈപ്പ് ചെയ്തിരിക്കുക. സ്മോൾ സൈസ്ഡ്, മീഡിയം സൈസ്ഡ്, ലാർജ് സൈസ്ഡ്, വെരി ലാർജ് സൈസ്ഡ് കേട്ടോ. ഓക്കെ, 4 സ്മോൾ സൈസ്ഡ്, മീഡിയം സൈസ്ഡ്, large sized and very large sized. First one നോക്കൂ, small sized. ഇതിനെ ബേസ് ചെയ്തിട്ടാണ് അവിടെ നോക്കാം കേട്ടോ. A laboratory that receives samples of up to 100 patients or participants per day ആണ് കേട്ടോ. അതായത് പ്രതിദിനമാണ് കേട്ടോ, per day ആണ്, per month per week അല്ല കേട്ടോ, per day ആണ്. പ്രതിദിനം 100 രോഗികൾ അല്ലെങ്കിൽ 100 പാർട്ടിസിപ്പൻസ് എന്താണ് സാമ്പിളുകൾ കളക്ട് ചെയ്യുന്ന ലാബുകളെയാണ് നമ്മൾ സ്മോൾ സൈസ്ഡ് ലാബുകൾ പറയുന്നത്. ക്ലിയർ ആയോ പറഞ്ഞത്? അപ്പൊ നിങ്ങൾ നോട്ട് ചെയ്യേണ്ടത് സാമ്പിളുകളുടെ എണ്ണമാണ് കേട്ടോ. അപ് ടു 100 ആണ് കേട്ടോ. അതൊന്നും അണ്ടർലൈൻ ചെയ്ത് വെക്കണേ, മാറിപ്പോകരുത് കേട്ടോ. സ്മോൾ സൈസ്ഡ്. അടുത്തത് മീഡിയം സൈസ്ഡ് എന്തായിരിക്കും? എ ലബോറട്ടറി ദാറ്റ് റിസീവ്സ് samples of up to 101 to 400 patients or participants per day ആണ് കേട്ടോ. പ്രതിദിനം ഒരു 101 മുതൽ 400 വരെയുള്ള സാമ്പിളുകൾ കളക്ട് ചെയ്യുന്ന അത്രയും രോഗികൾ അല്ലെങ്കിൽ പാർട്ടിസിപ്പൻസിൽ നിന്നും സാമ്പിൾസ് കളക്ട് ചെയ്യുന്ന ലാബിനെയാണ് നമ്മൾ മീഡിയം സൈസ്ഡ് എന്ന് പറയുന്നത് കേട്ടോ. അടുത്തത് വരുന്നതാണ് ലാർജ് സൈസ്ഡ് ആണ്. ലാർജ് സൈസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ലബോറട്ടറി ദാറ്റ് റിസീവ്സ് samples of more than 401 to 1000 patients or participants per day കേട്ടോ. അതായത് പ്രതിദിനം ഒരു 401 തൊട്ട് 1000 രോഗികൾ അല്ലെങ്കിൽ പാർട്ടിസിപ്പൻസിൽ നിന്നും സാമ്പിളുകൾ കളക്ട് ചെയ്യുന്ന ലാബുകളെയാണ് ലാർജ് സൈസ്ഡ് എന്ന് പറയുന്നത്. ഓർത്ത് വെക്കണോട്ടോ, 401 to 1000 ആണ്. പിന്നെയോ വെരി ലാർജ് സൈസ്ഡ് ഒക്കെ എന്തായിരിക്കും? എ ലബോറട്ടറി ദാറ്റ് റിസീവ്സ് മോർ ദാൻ 1000 പേഷ്യൻസ് ഓർ പാർട്ടിസിപ്പൻസ് പെർ ഡേ. പ്രതിദിനം 1000 രോഗികൾ, 1000 കൂടുതൽ രോഗികൾ അല്ലെങ്കിൽ പാർട്ടിസിപ്പൻസിൽ നിന്നും സാമ്പിൾ കളക്ട് ചെയ്യുന്നതിനെയാണ് വെരി ലാർജ് സൈസ്ഡ് എന്ന് പറയുന്നത്. ഓർത്ത് വെക്കാൻ എളുപ്പം അല്ലേ? സ്മോൾ സൈസിലാവുമ്പോൾ അപ് ടു 100. ഓക്കെ, മീഡിയം ആവുമ്പോൾ 100 എന്നൊക്കെ ഉൾപ്പെട്ടു കേട്ടോ. 101 to 400. ഓക്കെ, പിന്നെ ലാർജ് ആവുമ്പോഴോ 401 to 1000. ഓക്കെ, വെരി ലാർജ് ആവുമ്പോഴോ മോർ ദാൻ 1000. അങ്ങനെയാണ് NABL അതിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അത്രയേ ഉള്ളൂ. പിന്നെ ഒരു സെക്ഷൻ, അതൊരു അതിന്റെ ഡിവിഷൻ അല്ല, വേറൊരു നമുക്ക് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് എഴുതിയിരിക്കുന്ന ഒരു പോയിന്റ് ആയിട്ടാണ് മൾട്ടിപ്പിൾ ലൊക്കേഷൻ. മൾട്ടിപ്പിൾ ലൊക്കേഷൻ എന്ന് പറയുന്ന പേര് സൂചിപ്പിക്കുന്നത്, മൾട്ടിപ്പിൾ തന്നെ പറയുമ്പോൾ മോർ ദാൻ 1 ആണ് അല്ലെ. മൾട്ടിപ്പിൾ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എ ലബോറട്ടറി ഹാവിംഗ് മോർ ദാൻ 1 ലൊക്കേഷൻ ഇൻ ദ സെയിം ഡിസ്ട്രിക്ട് വിത്ത് സെയിം ലീഗൽ ഐഡന്റിറ്റി. അതായത് ഒരേ ഐഡന്റിറ്റിയില് ഒരേ ജില്ലയിൽ തന്നെ ഒന്നിലധികം സ്ഥലത്ത് നമ്മൾ ലാബുകൾ ഉണ്ടാവില്ലേ, അതിനെയാണ് നമ്മൾ മൾട്ടിപ്പിൾ ലൊക്കേഷൻ. അത് തന്നെ മോർ ബ്രാഞ്ചസ്. നമ്മുടെ DDRCയുടെ ലാബുകൾ കണ്ടിട്ടില്ലേ? എപ്പോഴും പുറത്തിറങ്ങുന്ന ഇഷ്ടം പോലെ കാണാം. DDRCയുടെ ലാബുകള് ഒരു ജില്ലയിൽ തന്നെ ഇഷ്ടം പോലെ കാണും. അതുപോലെ നമ്മുടെ നീതി ലാബുകളൊക്കെ കണ്ടിട്ടില്ലേ? ഒരുപാട് ബ്രാഞ്ചുകൾ ഉണ്ടാവും അല്ലെ. അത്രയേ ഉള്ളൂ. അതിനെയാണ് മൾട്ടിപ്പിൾ ലൊക്കേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ക്ലാസിഫിക്കേഷൻ മനസ്സിലായല്ലോ? NABL ഫുൾ ഫോം പഠിച്ചു വെക്കണം കേട്ടോ. പിന്നെ NABL എത്രയായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്? 4ആയിട്ടാണ്. അതിൽ സ്മോളിന്റെ എത്ര സാമ്പിൾ ആണ്, മീഡിയം, അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് പഠിക്കാം. വേറൊന്നുമില്ല കേട്ടോ. ആ രീതിയിലെ ക്വസ്റ്റ്യൻസ്. അടുത്തത് കേട്ടോ, നെക്സ്റ്റ് വരുന്നത് എക്യുപ്മെന്റ് ആണ് കേട്ടോ. എക്യുപ്മെന്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ലാബിൽ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റുകൾ, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, എക്യുപ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇനി പറയുന്നത് കേട്ടോ. നോക്കുക. Each laboratory should arrange a list of equipment needed for the functioning of the laboratory depending on the kind of test performed. അറിയാലോ, അതായത് ഒരു ലാബ് അവർ ചെയ്യുന്ന എന്താ പറയാ ചെയ്യുന്ന ടെസ്റ്റുകളെ ബേസ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ അവരുടെ ലാബുകളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന തരത്തിലുള്ള ഒരു ലിസ്റ്റ് ഓഫ് എക്യുപ്മെന്റ്സ് ഏതൊരു ലാബും തയ്യാറാക്കിയിരിക്കണം അല്ലെ. അവർ എന്തൊക്കെ ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്യുന്നുണ്ടോ അതിനനുസരിച്ചുള്ള എക്യുപ്മെന്റുകളുടെ ലിസ്റ്റ് ആര് തയ്യാറാക്കണം? ലാബുകള് തയ്യാറാക്കിയിരിക്കണം അല്ലെ. ഓക്കെ, എക്യുപ്മെന്റ് കൺസിസ്റ്റ് ഓഫ് ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ ഓഫ് ഇൻസ്ട്രുമെന്റ്സ്, മെഷറിംഗ് സിസ്റ്റംസ് ആൻഡ് ലബോറട്ടറി ഇൻഫർമേഷൻ സിസ്റ്റംസ്. നമ്മളിവിടെ എക്യുപ്മെന്റ് എന്ന് പറയുമ്പോൾ അതിനകത്ത് നമുക്ക് ടച്ചബിൾ ആയിട്ടുള്ള ഫിസിക്കൽ ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് മാത്രമല്ല കേട്ടോ ഉദ്ദേശിക്കുന്നത്.
സോഫ്റ്റ്വെയർ കമ്പോണന്റുകൾ അതിനകത്ത് പെടുന്നുണ്ട്. പ്രത്യേകിച്ച് ലബോറട്ടറി ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം, നമ്മുടെ ലബോറട്ടറിയിലെ പ്രവർത്തനങ്ങളൊക്കെ അവിടുത്തെ വർക്ക് ഫ്ലോ ഒക്കെ വളരെയധികം സിംപ്ലിഫൈ ചെയ്യുന്നതിനായിട്ട് നമ്മളിപ്പോ ഒരുപാട് സോഫ്റ്റ്വെയർ സംവിധാനങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഡിജിറ്റൽ പ്ലാറ്റ്ഫോം വഴിയായിട്ടൊക്കെയാണ് അധികം ചെയ്യുന്നത്. അതിനെയാണ് നമ്മുടെ ലബോറട്ടറി ഇൻഫർമേഷൻ സിസ്റ്റംസ് എന്ന് പറയുന്നത്. അപ്പൊ അതെല്ലാം തന്നെ ഇതിനകത്ത് പെടുന്നുണ്ട്. എക്യുപ്മെന്റ് എന്ന് പറയുമ്പോൾ വെറുതെ അവിടുത്തെ സിറിഞ്ചും ഗ്ലാസ് വെസലും കോണിക്കൽ ഫ്ലാസ്ക് ബീക്കർ അത് മാത്രമല്ല അവിടെ ഉദ്ദേശിക്കുന്നത് എല്ലാം വരുന്നുണ്ട് കേട്ടോ. സോഫ്റ്റ്വെയർ കമ്പോണൻസുകളും എക്യുപ്മെന്റിൽ വരുന്നുണ്ടെന്നുള്ളത് മനസ്സിലാക്കുക. കാരണം അവിടെ പറഞ്ഞത് ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ കമ്പോണന്റുകളും ലബോറട്ടറി ഇൻഫർമേഷൻ സിസ്റ്റംസ് ഒക്കെ എക്യുപ്മെന്റ്സിനകത്ത് ഉൾപ്പെടുന്നുണ്ട് കേട്ടോ. ഇനി നോക്കാം, ദ ഫോളോയിങ് ഷുഡ് ബി മേഡ് ഷുവർ. ഇനി എന്തെല്ലാം കാര്യങ്ങളാണ് അവിടെ എക്യുപ്മെന്റിന്റെ കാര്യത്തിൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? അതും എളുപ്പമാണ് കേട്ടോ. ഒന്നാമത്തെ നോക്കൂ, എക്യുപ്മെന്റ് ഷുഡ് ബി ചോസൺ ടു മീറ്റ് ദ റിക്വയർമെന്റ്സ് ഓഫ് ദ ലബോറട്ടറി വിത്ത് റിഗാർഡ് ടു ഡിസൈൻ ആൻഡ് കപ്പാസിറ്റി. ആണ് പറയുന്നത് എക്യുപ്മെന്റ് ഷുഡ് ബി ചോസൺ ടു മീറ്റ് ദ റിക്വയർമെന്റ്സ് ഓഫ് ദ ലബോറട്ടറി വിത്ത് റിഗാർഡ് ടു ഡിസൈൻ ആൻഡ് കപ്പാസിറ്റി. അതായത് ഒരു ലാബിന്റെ രൂപകൽപ്പനയ്ക്കും അതുപോലെ അവരുടെ കപ്പാസിറ്റിക്കും അനുസൃതമായിക്കൊണ്ട് അവരുടെ ആവശ്യങ്ങൾ റിക്വയർമെന്റ് നിറവേറ്റാൻ തരത്തിലുള്ള എക്യുപ്മെന്റ്സുകളാണ് എന്ത് ചെയ്യേണ്ടത്, ഒരു ലാബിലേക്കായിട്ട് ചൂസ് ചെയ്യേണ്ടത്. ഒന്നുമില്ല, നമുക്കറിയാവുന്ന കാര്യമില്ലേ. ഒരു ലാബില് സ്പേസും എല്ലാം നമ്മൾ അവിടെ എന്ത് ചെയ്യണം, പരിഗണിക്കണം അല്ലെ. ഇപ്പൊ ചെറിയൊരു ലാബിലേക്ക് വലിയൊരു എക്യുപ്മെന്റ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടായിരിക്കും. എപ്പോഴും ഒരു ലാബിന്റെ ഡിസൈൻ അവരുടെ ഡിസൈൻ അവരുടെ കപ്പാസിറ്റിക്ക് അനുയോജ്യമായിട്ടുള്ള രീതിയിൽ എന്നാൽ അവരുടെ റിക്വയർമെന്റ്സിന് മീറ്റ് ചെയ്യാൻ തരത്തിലുള്ള എക്യുപ്മെന്റ്സുകളാണ് നമ്മൾ ലാബിലേക്കായിട്ട് ചൂസ് ചെയ്യുന്നത് കേട്ടോ. അടുത്തത് എന്താണ്, ഓൾ എക്യുപ്മെന്റ്സ് ഷുഡ് ബി ക്വാളിഫൈഡ് ബിഫോർ ഇറ്റ് ഈസ് ടേക്കൺ ഫോർ ദ ക്ലിനിക്കൽ യൂസ്. അതോടൊപ്പം തന്നെ എല്ലാ എക്യുപ്മെന്റുകളും നമ്മൾ ക്ലിനിക്കൽ യൂസിന് മുമ്പായിട്ട് കൃത്യമായിട്ട് എന്ത് ചെയ്തിരിക്കണം, ചെക്ക് ചെയ്തിരിക്കണം. ക്വാളിഫൈഡ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്, കൃത്യമായിട്ട് ചെക്ക് ചെയ്ത് കാലിബ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത് അല്ലെ. അതായത് ഏതൊരു എക്യുപ്മെന്റുകളും ക്ലിനിക്കൽ യൂസിന് ഉപയോഗത്തിന് മുമ്പായിട്ട് കൃത്യമായിട്ട് ചെക്ക് ചെയ്തിരിക്കണം. അതാണ് ഇവിടെ ക്വാളിഫൈഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കൃത്യമായിട്ട് ചെക്ക് ചെയ്ത് കാലിബ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കണം. പിന്നെന്താണ് പറയുന്നത്, all equipment should be in usable condition at all times. അത് മാത്രമല്ല ലാബിനകത്തുള്ള എല്ലാ എക്യുപ്മെന്റും എല്ലായ്പ്പോഴും എന്താണ്, ഉപയോഗപ്രദമായിരിക്കണം അല്ലെ. എല്ലായ്പ്പോഴും യൂസബിൾ കണ്ടീഷനിലുള്ള എക്യുപ്മെന്റ്സുകളായിരിക്കണം ഒരു ലാബിനകത്ത് നമ്മൾ സൂക്ഷിക്കേണ്ടത്. ഉപയോഗശൂന്യമായിട്ടുള്ള അല്ലെങ്കിൽ പ്രവർത്തിക്കാത്ത വല്ല എക്യുപ്മെന്റുകൾ അവിടെ കൊണ്ടുവന്ന് ആ ഒരു സ്പേസ് അവിടെ വേസ്റ്റ് ചെയ്യുന്ന കാര്യം വരുന്നില്ല അല്ലെ. എപ്പോഴും ലാബിനകത്തുള്ള എക്യുപ്മെന്റ് എന്ന് പറയുന്നത് യൂസബിൾ കണ്ടീഷനിലുള്ള ആയിരിക്കണം ഒരു ലാബിനകത്ത് സൂക്ഷിക്കുന്നത്. ഓക്കെ, പിന്നെ വരുന്നത് നോക്കൂ, റെഗുലർ ഇൻസ്പെക്ഷൻ, ക്ലീനിങ് ആൻഡ് മെയിൻ്റനൻസ് ഓഫ് എക്യുപ്മെന്റ് ദാറ്റ് ഷുഡ് ബി പെർഫോംഡ്. അതുപോലെ തന്നെ റെഗുലർ ഇൻസ്പെക്ഷൻ അല്ലെ, പതിവായിട്ടുള്ള പരിശോധനകള്, ക്ലീനിങ് ആൻഡ് മെയിൻ്റനൻസ് ഓഫ് എക്യുപ്മെന്റ്, അതുപോലെ എക്യുപ്മെന്റുകൾ വളരെ ക്ലീൻ ചെയ്യണം. അതുപോലെ തന്നെ മെയിൻ്റനൻസും മറ്റും കൃത്യമായിട്ട് നടത്തിയിരിക്കണം. Maintenance performed as per the recommendation of the manufacturer or more as required. Example, with the overuse or aging of equipment. അത് മാത്രമല്ല നമ്മൾ ഈ പറയുന്ന എക്യുപ്മെന്റുകളുടെ മെയിൻ്റനൻസ് അതിന്റെ നിർമ്മാതാക്കൾ അതിന്റെ മാനുഫാക്ചറുടെ കൃത്യമായിട്ടുള്ള റെക്കമെൻഡേഷൻ അനുസരിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ ആ മെയിൻ്റനൻസ് കാര്യങ്ങളും ചെയ്യേണ്ടത് കേട്ടോ. നമ്മുടെ വീട്ടിലായാലും നമ്മൾ എന്തെങ്കിലും ഇലക്ട്രോണിക് എക്യുപ്മെന്റുകളൊക്കെ വാങ്ങുമ്പോൾ നമ്മൾ സർവീസ് നടത്താറുണ്ട് അല്ലെ. കറക്റ്റ് ആയിട്ട് നമ്മൾ മെയിൻ്റനൻസ് സർവീസ് ഒക്കെ നടത്താറുണ്ട്. അപ്പം അത് വാറണ്ടി കാർഡും ഇതൊക്കെ നമുക്ക് തരും അല്ലെ. അതിനനുസരിച്ച് ഇപ്പൊ വണ്ടി ആയിക്കോട്ടെ, നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഫാനോ ഫ്രിഡ്ജോ AC-യോ അങ്ങനെയുള്ള എന്ത് സാധനങ്ങളെയും നമ്മൾ എന്ത് ചെയ്യും, സർവീസ് ചെയ്യാറുണ്ട് അല്ലെ. എന്നതുപോലെ അവരുടെ വിതരണക്കാരുടെ മാനുഫാക്ചറർ ശുപാർശ ചെയ്യുന്നതിനനുസരിച്ച് കൊണ്ട് കൃത്യമായിട്ടുള്ള മെയിൻ്റനൻസ് പെർഫോം ചെയ്തിരിക്കണം. എക്സാമ്പിൾ പറയുന്നത് വിത്ത് ഓവർ യൂസ് ഓർ ഏജിങ് ഓഫ് എക്യുപ്മെന്റ്. നമ്മളിപ്പോ ഒരു എക്യുപ്മെന്റ് ധാരാളമായിട്ട് ഓവർ യൂസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് അതിന്റെ എഫിഷ്യൻസിയിൽ കുറവ് വരും അല്ലെ. പിന്നെ അതുപോലെ തന്നെ ഓരോ എക്യുപ്മെന്റുകൾ കാലം കഴിയുന്തോറും അതിന് പഴക്കം മറ്റും വരും അല്ലെ. പ്രത്യേകിച്ച് ലാബിലെ എക്യുപ്മെന്റുകളാകുമ്പോൾ കറക്റ്റ് ആയിട്ട് നമ്മൾ മെയിൻ്റനൻസ് നടത്തിയിരിക്കും. കാര്യം ഈ ലാബ് ടെസ്റ്റുകളും മറ്റൊക്കെ ചെയ്യുന്നതാണ്. അപ്പൊ ഇങ്ങനെ നമ്മൾ മെയിൻ്റനൻസ് നടത്തിയില്ലാന്നുണ്ടെങ്കിൽ അത് ടെസ്റ്റ് റിസൾട്ടിനെയൊക്കെ വളരെ മോശമായിട്ട് തന്നെ ബാധിക്കും അല്ലെ. കറക്റ്റ് നമുക്ക് ആക്യുറേറ്റ് റിസൾട്ട് ഒന്നും നമുക്ക് കിട്ടിയെന്ന് വരില്ല. അതുകൊണ്ട് കറക്റ്റ് ആയിട്ട് മെയിൻ്റനൻസ് അവിടെ നടത്തിയിരിക്കണം കേട്ടോ. പിന്നെ വരുന്നത് ലബോറട്ടറീസ് ഷുഡ് മെയിൻറ്റെയിൻ നീഡ്ഫുൾ ഇൻസ്ട്രക്ഷൻസ് ഫോർ ഓപ്പറേഷൻ and maintenance of equipment in the form of an SOP. A copy of the same should be made available near the equipment. ഇവിടെ നിങ്ങൾ നോട്ട് ചെയ്യണം എന്താണ് SOP. മുൻവർഷ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. SOPയുടെ ഫുൾ ഫോം എഴുതി വെച്ചോളൂ. സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ. ഇതാണ് സ്റ്റാൻഡേർഡ്
ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ. അതെ, കറക്റ്റ് ആണ് കേട്ടോ ശ്രുതി, എനിക്കറിയാൻ തോന്നുന്നു അല്ലെ. ഓക്കെ, സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ എന്നാണ് കേട്ടോ. എന്താണ് സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മളിപ്പോ വീട്ടിൽ നമ്മുടെ ഇലക്ട്രോണിക് എക്യുപ്മെന്റ് ഒക്കെ വാങ്ങുമ്പോൾ നമുക്കൊരു യൂസർ മാനുവൽ കിട്ടില്ലേ, എങ്ങനെ അത് ഉപയോഗിക്കണം, ഏത് രീതിയിൽ അത് ഇൻസ്റ്റാൾ ചെയ്യണം, എങ്ങനെയൊക്കെ അത് ഹാൻഡിൽ ചെയ്യണം എന്നൊക്കെ കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ട് ഒരു സർട്ടൈൻ സെറ്റ് ഓഫ് ഗൈഡ് ലൈൻസ് ഉള്ള ഒരു യൂസർ മാനുവൽ കിട്ടില്ലേ, എന്നതുപോലെ ഉള്ളൊരു സംഭവം തന്നെയാണ് സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ. അതൊരു സ്റ്റെപ്പ് വൈസ് ഗൈഡ് ലൈൻസ് ആണ് കേട്ടോ. സ്റ്റെപ്പ് വൈസ് ഗൈഡ് ലൈൻസ് that is provided by the organization to the employees. കേട്ടോ, എന്തിനു വേണ്ടിയിട്ടാണ്? ടു പെർഫോം ഇറ്റ്സ് ഫംഗ്ഷൻ. അതായത് ആ എക്യുപ്മെന്റ് എങ്ങനെ ഫംഗ്ഷൻ ചെയ്യണം, ഏത് രീതിയിൽ അത് ഉപയോഗപ്പെടുത്തണം എന്ന് ഈ ജീവനക്കാർക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കുന്ന, ഈ ജീവനക്കാർക്ക് അറിവ് കൊടുക്കുന്ന ഒരു എന്താ പറയാ ഗൈഡ് ലൈൻസ്, മാർഗനിർദ്ദേശങ്ങളാണ് അവിടെ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇവിടെ പറയുന്നത് എന്താന്ന് വെച്ചാല് ലബോറട്ടറി ഷുഡ് മെയിൻറ്റെയിൻ ദ നീഡ്ഫുൾ ഇൻസ്ട്രക്ഷൻസ് ഫോർ ദ ഓപ്പറേഷൻ. എക്യുപ്മെന്റുകൾ ഓപ്പറേറ്റ് ചെയ്യുന്നതിനും അത് കൃത്യമായിട്ട് മെയിൻ്റനൻസും മറ്റും നടത്തുന്നതിന് SOP ഫോമില്, സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ ഫോമില് കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ എന്ത് ചെയ്തിരിക്കണം, കൃത്യമായിട്ട് അത് പാലിച്ചിരിക്കണം, അല്ലെ, സൂക്ഷിച്ചു വെച്ചിരിക്കണം. ഏത് ഫോമില്? സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയറിനുള്ള ആ ഒരു ഫോമില് ഓരോ എക്യുപ്മെന്റ് എങ്ങനെ ഉപയോഗപ്പെടുത്തണം, എങ്ങനെ മെയിൻ്റനൻസ് നടത്തണം എന്നതിനെ പറ്റിയുള്ള നിർദ്ദേശങ്ങൾ സൂക്ഷിച്ചിരിക്കണം കേട്ടോ. അതോടൊപ്പം a copy of the same should be made available near the equipment. അതുകൂടാതെ SOPയുടെ ഒരു കോപ്പി എപ്പോഴും എന്താണ് എക്യുപ്മെന്റിന്റെ അരികിലായിട്ട് പ്രൊവൈഡ് ചെയ്തിരിക്കണം. ഒരു കോപ്പി ലാബിൽ സൂക്ഷിക്കാം, മറു കോപ്പി എല്ലാ എക്യുപ്മെന്റിന്റെയും അടുത്തായിട്ട് തന്നെ പ്രൊവൈഡ് ചെയ്തിരിക്കണം. കാര്യം ഒരു എക്യുപ്മെന്റ് ഓപ്പറേറ്റ് ചെയ്യാൻ വരുന്ന വ്യക്തിയെ സംബന്ധിച്ച് അവർക്ക് അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ആ എക്യുപ്മെന്റിന്റെ അടുത്ത് അവരെ ഒരു കോപ്പി പ്രൊവൈഡ് ചെയ്യണമെന്ന് പറയുന്നത്. പിന്നെ വരുന്നത് നോക്കാം, all equipment should undergo calibration and verification. അതോടൊപ്പം തന്നെ എല്ലാ എക്യുപ്മെന്റുകളും കൃത്യമായിട്ട് കാലിബ്രേഷൻ നടത്തിയിരിക്കണം, വെരിഫിക്കേഷൻ നടത്തിയിരിക്കണം. കാലിബ്രേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, കൃത്യത പരിശോധിക്കുക എന്നുള്ള അർത്ഥമാണ് കേട്ടോ. ഇവിടെ ഉദ്ദേശിക്കുന്നത് കൃത്യത പരിശോധിക്കുക എന്നുള്ള അർത്ഥമാണ്. അപ്പൊ all equipment should undergo calibration and verification. എല്ലാ എക്യുപ്മെന്റുകളും കൃത്യമായിട്ട് അതിന്റെ കൃത്യത സ്ഥിരീകരിച്ച് കൃത്യമായിട്ട് വെരിഫിക്കേഷൻ ഒക്കെ ചെയ്തിരിക്കണം. ഓക്കെ, അടുത്തത് മെയിൻ്റനൻസ് കോൺട്രാക്ട്സ് ഇൻക്ലൂഡിംഗ് ദ വാറന്റി ട്രാൻസ്ഫർ. Telephone numbers of personnel needs to be contacted in the event of equipment malfunction should be kept safely but within reach for the user. എന്താണ് പറയുന്നത്? അതായത് വാറന്റി കാർഡുകൾ ഉൾപ്പെടെയുള്ള എല്ലാ മെയിൻ്റനൻസ് കോൺട്രാക്റ്റുകളും എവിടെ സൂക്ഷിച്ചിരിക്കണം? ലാബിനകത്ത് സൂക്ഷിച്ചിരിക്കണം. അത് മാത്രമല്ല, ഏതെങ്കിലും എക്യുപ്മെന്റുകളുടെ തകരാറുകൾ സംഭവിച്ചാൽ, കേടുപാടുകൾ സംഭവിച്ചു കഴിഞ്ഞാൽ അത് റിപ്പയർ ചെയ്യുന്നതിന് ആവശ്യമായിട്ട് കോണ്ടാക്ട് ചെയ്യേണ്ട, ബന്ധപ്പെടേണ്ട വ്യക്തിയുടെ നമ്പറും അവിടെ എന്ത് ചെയ്തിരിക്കണം? സൂക്ഷിച്ചിരിക്കണം. എന്തെങ്കിലും പെട്ടെന്ന് കേട് വന്നു കഴിഞ്ഞാൽ അത് റിപ്പയർ ചെയ്യാനുള്ള ആളെ നമുക്ക് കോണ്ടാക്ട് ചെയ്യാനുള്ള ടെലിഫോൺ നമ്പറും അവിടെ ഉണ്ടായിരിക്കണം, അല്ലെ. ദാറ്റ് ഷുഡ് ബി കെപ്റ്റ് സേഫ്ലി ബട്ട് വിത്തിൻ റീച്ച് ഫോർ ദ യൂസർ. വളരെ സുരക്ഷിതമായിട്ട്, പ്രത്യേകിച്ച് ആ യൂസറിന് ആരാണ് ഉപയോഗിക്കുന്നത് അവർക്ക് എത്രയും പെട്ടെന്ന് അവൈലബിൾ ആവുന്ന രീതിയിൽ വേണം ഇങ്ങനെയുള്ള വാറന്റി കാർഡുകളും ടെലിഫോൺ നമ്പറുകളൊക്കെ സൂക്ഷിക്കാനായിട്ട് കേട്ടോ. പിന്നെ വരുന്നത് യൂസർ മാനുവൽ ഷുഡ് ബി റെഡിലി അവൈലബിൾ ഫോർ ദ റെഫറൻസ് കേട്ടോ. അതുപോലെ യൂസർ മാനുവൽ എപ്പോഴും എന്താണ് റെഫറൻസിനായിട്ട് ലഭിച്ചിരിക്കണം, എളുപ്പം ലഭ്യമായിരിക്കണം, അല്ലെ. എന്തെങ്കിലും ഒരു അത് തന്നെ ഹൗ ടു യൂസ് അറിയാലോ, യൂസർ മാനുവൽ അത് ഉപയോഗപ്പെടുത്തണം എന്നറിയുന്നതിന് വേണ്ടിയിട്ടുള്ള റെഫർ ചെയ്യാനുള്ള യൂസർ മാനുവൽ എപ്പോഴും അവൈലബിൾ ആക്കിയിരിക്കണം. ഇത്രയും കാര്യങ്ങളാണ് എക്യുപ്മെന്റിൽ ശ്രദ്ധിക്കേണ്ടത്. ഇത് വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല, നമുക്ക് തന്നെ ചിന്തിച്ചാൽ വായിച്ചാൽ മനസ്സിലാക്കാവുന്ന കാര്യങ്ങൾ. ഓക്കെ ആണോ? ഇവിടെ വരെ ഓക്കെ ആണോ? അടുത്തത് കേട്ടോ, നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ആണ് കേട്ടോ. ഒരു ലാബിനകത്ത് നടത്തുന്ന ചില നടപടിക്രമങ്ങളെ പറ്റിയാണ്. നമുക്ക് ഇത്രയും വരെ നമ്മൾ പഠിച്ചതുപോലെ തിയറിറ്റിക്കൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്, അല്ലെ. ലാബിന്റെ തിയറി സംബന്ധമായിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പഠിച്ചത്. ഇനി നമ്മൾ അതിന്റെ ഒരു പ്രാക്ടിക്കൽ ഭാഗത്തേക്ക് പോവാണ്. പ്രാക്ടിക്കൽ വശങ്ങളെ പറ്റിയാണ് ഇനി നമ്മൾ പഠിക്കുന്നത്. അതിനകത്ത് വരുന്ന ഒന്നാണ് പോളിസീസ് ആൻഡ് പ്രൊസീജിയർ. അതായത് ഒരു ലാബിനകത്ത് നടക്കുന്ന ചില നടപടിക്രമങ്ങള്, അല്ലെങ്കിൽ അവിടുത്തെ പോളിസികള്, അതിനെ പറ്റിയാണ് നമ്മൾ കാണാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പൊ പ്രധാനമായിട്ടും 4 സ്റ്റെപ്പുകളാണ് അതിനകത്ത് വരുന്നത്. അതായത് നമ്മൾ എങ്ങനെയൊക്കെയാണ് ഒരു ലാബിനകത്ത് സാമ്പിള് വരുത്തും, അതിന്റെ ടെസ്റ്റിങ്ങും മറ്റൊക്കെ നടന്ന് ആ ഒരു റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നത് വരെയുള്ള ആ ഒരു കുറച്ച് പ്രൊസീജിയറുകൾ ഉണ്ടല്ലോ, അതിനെ പറ്റിയാണ് അവിടെ പറയുന്നത് കേട്ടോ. അപ്പൊ ഒരു 4 ഇതാണ് വരുന്നത്. ഒന്ന് സാമ്പിൾ ലാബലിംഗ് ആൻഡ് ഡോക്യുമെന്റേഷൻ. ഫസ്റ്റ് അതാണ് കേട്ടോ,
സാമ്പിൾ ലാബലിംഗ് ആൻഡ് ഡോക്യുമെന്റേഷൻ. രണ്ടാമത്തത് റിക്വസിഷൻ ഫോം അഥവാ ടെസ്റ്റ് റിക്വസ്റ്റ് ഫോം. മൂന്നാമത്തത് സാമ്പിൾ ആക്സെപ്റ്റൻസ് ഓർ റിജക്ഷൻ. ആൻഡ് ഫോർത്ത് വൺ ലബോറട്ടറി റെക്കോർഡ്. മെയിനായിട്ട് 4 പ്രൊസീജിയർ, 4 പോളിസികളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. എന്തൊക്കെയാണ്? സാമ്പിൾ ലാബലിംഗ് ആൻഡ് ഡോക്യുമെന്റേഷൻ, രണ്ടാമത്തത് റിക്വസിഷൻ ഫോം അഥവാ ടെസ്റ്റ് റിക്വസ്റ്റ് ഫോം, സാമ്പിൾ ആക്സെപ്റ്റൻസ് ഓർ റിജക്ഷൻ, ലാസ്റ്റ് വൺ ലബോറട്ടറി റെക്കോർഡ്. കേട്ടോ, ആദ്യത്തെ നോക്കിയേ, സാമ്പിൾ ലാബലിംഗ് ആൻഡ് ഡോക്യുമെന്റേഷൻ. ആ പേരിൽ നിന്ന് നമുക്ക് മനസ്സിലാവും അല്ലെ. സാമ്പിൾ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് ലാബൽ ചെയ്യണം, കൃത്യമായിട്ട് അത് ഡോക്യുമെന്റ് ചെയ്ത് വെക്കണം അല്ലെ, രേഖപ്പെടുത്തി വെക്കണം. അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് അവിടെ പറയുന്നത്. നോക്കുക, the specimen should be attached with at least 2 unique identifiers. Example, name, age, etc. എത്രയാണ്? 2 യുണീക്ക് ഐഡന്റിഫയേഴ്സ്. അതായത് ഓരോ സ്പെസിമെനുകളും 2 വ്യത്യസ്ത യുണീക്ക് ആയിട്ടുള്ള ഐഡന്റിഫയേഴ്സ് വെച്ച് എന്ത് ചെയ്തിരിക്കണം? നമ്മൾ അറ്റാച്ച് ചെയ്തിരിക്കണം അല്ലെ. ഏതൊരു സ്പെസിമെൻ എടുത്താലും 2 യുണീക്ക് ആയിട്ടുള്ള 2 ഐഡന്റിഫയേഴ്സ് അതിനോടുകൂടി അറ്റാച്ച് ചെയ്തിരിക്കണം. അതായത് ആ സ്പെസിമെന്റ് എടുത്ത വ്യക്തിയുടെ പേര് അല്ലെങ്കിൽ അവരുടെ വയസ്സ്, അങ്ങനെ ഏതെങ്കിലും ഒന്ന് വെച്ച് നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്തിരിക്കുക? ആ സ്പെസിമെൻ ലേബൽ ചെയ്തിരിക്കണം അല്ലെ. പിന്നെ വരുന്ന എന്താണ്? സ്പെസിമെൻ ലേബലിംഗ് യൂസിംഗ് ദ ബാർകോഡ്സ് ഈസ് ആൻ ഓപ്ഷൻ ദാറ്റ് മേ ഡിക്രീസ് ദ എറർ. ഇന്നിപ്പോ കൂടുതൽ എന്താണ്? ബാർകോഡിംഗ് ഉപയോഗിച്ചുള്ള ലാബലിംഗ് ആകുമ്പോൾ അത് കൂടുതൽ എററുകൾ കുറയ്ക്കാനായിട്ട് സഹായിക്കും. നമ്മുടെ സൂപ്പർ മാർക്കറ്റിലൊക്കെ ബാർകോഡിംഗ് ലാബല്ലേ, ബാർകോഡിംഗ് ലാബലാണ് നമ്മുടെ സൂപ്പർ മാർക്കറ്റിൽ ചെയ്യുന്നത്. നമ്മളിങ്ങനെ കൈകൊണ്ടൊക്കെ എഴുതി ലാബൽ ചെയ്യുന്ന ചിലപ്പോൾ മിസ്റ്റേക്ക് വരാനും തെറ്റായിട്ട് വായിക്കാനും അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെയുള്ള തെറ്റ് വരാനുള്ള ഒരുപാട് ചാൻസുകൾ കൂടുതലാണ്. നമ്മൾ മാനുവലി എഴുതുമ്പോഴൊക്കെ ചാൻസ് അങ്ങനെ കൂടുതലുണ്ട്. അതേസമയം നമ്മൾ ബാർകോഡിംഗ് ലാബലിംഗ് ചെയ്യുകയാണെങ്കിൽ എറർ വരാനുള്ള ചാൻസ് വളരെയധികം കുറവാണ് കേട്ടോ. ഇനി നോക്കൂ, ലാബൽ മേ ഇൻക്ലൂഡ് ദ ഫോളോയിങ് ഡീറ്റെയിൽസ്. എന്തൊക്കെയാണ് ലാബലിനകത്ത് ഉണ്ടായിരിക്കേണ്ടത്? എന്തൊക്കെയായിരിക്കും? പേഷ്യൻസ് നെയിം, ഏജ്, ജെൻഡർ അല്ലെ. ആ ഒരു സ്പെസിമെൻ കളക്ട് ചെയ്യുന്ന പേഷ്യന്റിന്റെ പേര്, അയാളുടെ വയസ്സ്, അയാളുടെ ജെൻഡർ, പിന്നെ പേഷ്യന്റിന്റെ ID. തീർച്ചയായിട്ടും അയാൾക്ക് ഒരു യുണീക്ക് ID നമ്പർ ഉണ്ടായിരിക്കും, ഒരു പേഷ്യന്റ് ID നമ്പർ ഉണ്ടായിരിക്കും. ID നമ്പർ എന്നിട്ട് രേഖപ്പെടുത്തിയിരിക്കണം. ടെസ്റ്റ് റിക്വസ്റ്റ്, എന്തൊക്കെ ടെസ്റ്റുകളാണ് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത് അല്ലെ. ആ ഒരു സ്പെസിമെൻ വെച്ച് എന്തൊക്കെ ടെസ്റ്റുകളാണ് റിക്വയർമെന്റ് വന്നിരിക്കുന്നത്, ആ ടെസ്റ്റുകളും ഒന്ന് ജസ്റ്റ് അതിനടുത്ത് ലാബൽ ചെയ്ത് വെച്ചിരിക്കണം. അതുപോലെ ടൈം ആൻഡ് ഡേറ്റ് ഓഫ് ദ സ്പെസിമെൻ കളക്ഷൻ കേട്ടോ. ആ ഒരു സ്പെസിമെൻ കളക്ട് ചെയ്ത ടൈം വിത്ത് ഡേറ്റ് അടക്കം അതിനകത്ത് ലേബൽ ചെയ്തിരിക്കണം. അറിയാമോ? ഇതിനകത്ത് വേറെ ഒന്നും കൂടുതൽ പറയാനില്ല കേട്ടോ. ഓക്കെ, ഇന്നത്തെ ക്ലാസ് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം കേട്ടോ. ഞാൻ അൺമ്യൂട്ട് ചെയ്യാണ്. നിങ്ങളുടെ ക്ലാസ്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഈ കോഴ്സ് ജോയിൻ ചെയ്യാൻ ഏജ് ലിമിറ്റ് ഉണ്ടോ? എന്താണ്? ഈ കോഴ്സ് ജോയിൻ ചെയ്യാൻ ഏജ് ലിമിറ്റ് ഉണ്ടോ? ഏജ് ലിമിറ്റ് 18 വയസ്സ് മുതൽ 45 വയസ്സ് വരെയുള്ള ആർക്കും കോഴ്സിൽ ജോയിൻ ചെയ്യാം. ഓക്കെ ആണോ? വേറെ സംശയമൊന്നും ഇല്ലാന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇത്രയും എടുത്ത ഭാഗങ്ങളൊക്കെ ഒന്ന് വായിച്ചു നോക്കണേ. വൈൻഡ് അപ്പ് ചെയ്യാണ് കേട്ടോ. നമുക്കിനി മറ്റേ കാണാം. താങ്ക് യു.